Hi students, welcome to A Dream Classroom. So today we are going to deal with the paper BEGC 107 British Poetry and Drama 17th and 18th century. Okay, so particularly we are going to study the block 2 of this paper. Okay, so ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. സോ 17th സെഞ്ച്വറി നമ്മുടെ ഈ പേപ്പറിൻ്റെ പേരായിട്ടുള്ള ടൈറ്റിലായിട്ടുള്ള 17th ആൻഡ് 18th സെഞ്ച്വറി, അങ്ങനെയാണല്ലോ ഈ പേപ്പറിൻ്റെ പേര് വരുന്നത്. സോ അതിലെ 17th സെഞ്ച്വറീൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നീട് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാന എഴുത്തുകാരനായിട്ടുള്ള ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളുമാണ് പിന്നീട് വരുന്ന യൂണിറ്റ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. സോ യൂണിറ്റ് 1 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ തന്നെ ദി 17th സെഞ്ച്വറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, 17th സെഞ്ച്വറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള പീരീഡ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് കുറേ റീസൺസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിഗാർഡിങ് ദ മൊണാർക്കി ആൻഡ് ദ പാർലമെൻറ്റ്, അതായത് രാജഭരണവും ഒരു ഗവൺമെൻറ്റും വരുന്നതിൽ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള അതായത് രാജഭരണവും ഗവൺമെൻറ്റും അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ആര് ഭരണത്തിൽ വരണം, അങ്ങനെ അതിനെയൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിട്ടായിരുന്നു എന്ത് 17th സെഞ്ച്വറി 18th സെഞ്ച്വറി ആ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദ 17th സെഞ്ച്വറി ഇംഗ്ലണ്ട് the 17th century in England was a period of enormous change in political, religious, social and literary life. ഇപ്പോൾ നമ്മൾ ഏത് പീരീഡ് പറയണ പോലെ തന്നെ തൊട്ട് മുന്നത്തെ പീരീഡിൽ നിന്നും കുറച്ചൊക്കെ ചേഞ്ചസ് എവിടെ ഉണ്ടാവും, അടുത്ത് വരുന്ന അല്ലെങ്കിൽ ദ ഫോളോയിങ് പീരീഡിൽ ഉണ്ടാവും. സോ ഇവിടെയും എന്തുണ്ട്, എല്ലാ തരത്തിലുള്ള ഫീൽഡിലും കുറച്ച് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. Unlike Elizabethan age, which was a comparatively stable and prosperous, the 17th century witnessed conflict, war, religious division and transformation. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള പീരീഡ് ആയിരുന്നു എലിസബത്തൻ ഏജ് അല്ലേ. അത് ഒരു ഗോൾഡൻ ഏജ് ആണ്, അത് നമ്മൾ പഠിച്ചിട്ടായിരുന്നു. ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളത് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നുള്ളത് എലിസബത്തൻ ഏജ് ആയിരുന്നു. എലിസബത്തൻ ഏജ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കും അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഭയങ്കര കോൺഫ്ലിക്റ്റ് നിറഞ്ഞിട്ടുള്ള വാർ, അതേപോലെ തന്നെ എന്താ പറയണ്ടേ കോൺഫ്ലിക്ട്സ് എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സങ്കുലിതാവസ്ഥ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ 17th സെഞ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, സോ it was a century that changed England permanently because ideas about monarchy, religion, governance and individual freedom were questioned അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ഇംഗ്ലണ്ടിലെ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. കാരണം കുറച്ച് കാര്യത്തിലുള്ള അതായത് മൊണാർക്കി അല്ലേ, ഭരണം, രാജഭരണം, റിലീജിയൻ, അതുപോലെ ഗവേണൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം, ഈ ഒരു കാര്യങ്ങളിലെല്ലാം എന്ത് വന്നു, അവിടെ ക്വസ്റ്റ്യൻസ്, അതായത് കുറേ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് ദിസ് പീരിയഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് റൈറ്റേഴ്സ് സച്ച് ആസ് ജോൺ മിൽട്ടൺ പ്രൊഡ്യൂസ്ഡ് their works within this turbulent atmosphere and many of their writings directly reflect these social and political change. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ലിറ്റററി അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നിരയിലുണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോൺ മിൽട്ടൺ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വർക്ക്സും ഒരുപാട് ഈ ഒരു ചേഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So one of the most significant aspects of the 17th century was the struggle between monarchy and parliament. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രശ്നം, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് രാജഭരണവും പാർലമെൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്നാണ്. അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ എന്തായിരുന്നു, രാജഭരണം അല്ലേ, ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയ്ക്ക് എന്തുണ്ടാവും, അവിടെ ഒരു കിങ് ഉണ്ടാവും, ആ കിങ്ങിൻ്റെ റെയിൻ ആയിരിക്കും അവിടെ ആ ഒരു സൊസൈറ്റി മൊത്തം റൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജവാഴ്ച എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കുറച്ചൊക്കെ പീരീഡ് കഴിയുമ്പോഴത്തേക്കും, മോഡേൺ പീരീഡിലേക്ക് അടുക്കുമ്പോഴേക്കും അവിടെ എന്ത് വന്നു തുടങ്ങി, ഡെമോക്രസി, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം പാർലമെൻറ്റ്, ഒരു കൂട്ടം എന്താ പറയേണ്ട അല്ലെങ്കിൽ ഭരണം അല്ലേ, ജസ്റ്റ് റൂളിങ് ചെയ്യേണ്ടത് എന്താണ്, ഡെമോക്രസി രീതിക്കാണ്, എന്നിട്ടാണല്ലോ പാർലമെൻറ്റൊക്കെ വരുന്നത്. സോ പാർലമെൻറ്റും അന്ന് നിലനിന്നിരുന്ന മൊണാർക്കിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന ഒരു
എന്താ പറയേണ്ടത് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ കിങ്സ് സച്ച് ആസ് ജെയിംസ് ഫസ്റ്റ് ആൻഡ് ചാൾസ് ഫസ്റ്റ് സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്, which meant they considered their authority to come directly from God and therefore beyond criticism. അല്ലേ? അപ്പോൾ അന്നത്തെ മൊണാർക്കിയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ രാജഭരണത്തിൽ ഉണ്ടായിരുന്ന 2 കിങ്സ് ആയിരുന്നു, ചാൾസ് ഫസ്റ്റും അതുപോലെ തന്നെ ജെയിംസ് ഫസ്റ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത് എന്താണ്, എക്സ്ട്രീം പവർ ഓഫ് എ കൺട്രി എന്ന് പറയുന്നത് എന്താണ്, മൊണാർക്കി തന്നെയാണ്. അതുപോലെ ഈ ഒരു മൊണാർക്കിൻ്റെ പവർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഗോഡ് ഡയറക്ട്ലി ഫ്രം ദ ഗോഡ് എന്ന് പറയുന്നത്, അതായത് ദൈവം തന്നിട്ടുള്ള നേരിട്ടുള്ള ഒരു പവറാണ് രാജഭരണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ക്രിറ്റിസിസവും അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പാർലമെൻറ്റ് ഹവർ ഇൻക്രീസിംഗ്ലി ഡിമാൻഡഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് അക്കൗണ്ടബിലിറ്റി. പക്ഷേ എന്ത് ചെയ്തു, പാർലമെൻറ്റ് എന്നുള്ളൊരു ആശയം അവിടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ പൊളിറ്റിക്കലി പാർലമെൻറ്റിന് വേണം അധികാരം എന്നുള്ളതും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. So this conflict created tension throughout England and eventually led to the English Civil War. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നിലനിന്നിരുന്നതും അതായിരുന്നു എന്തിന് ലീഡ് ചെയ്തത്, ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്ന ഒരു വാറിലേക്ക് അത് ലീഡ് ചെയ്തത്. ഇംഗ്ലീഷ് സിവിൽ വാർ 1642 തുടങ്ങി 1649 വരെ നീണ്ടു നിന്നിരുന്ന ഒരു വാറായിരുന്നു ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഡിസഗ്രിമെൻറ്റ് വാസ് നോട്ട് മിയർലി പൊളിറ്റിക്കൽ, ഇറ്റ് ഓൾസോ റിഫ്ലക്റ്റഡ് ഡീപ്പർ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഫ്രീഡം, അതോറിറ്റി, ഗവർണൻസ്. അപ്പോൾ വെറും രാഷ്ട്രീയപരമായിട്ടായിരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ലേ. അത് കുറേയൊക്കെ എന്തായിരുന്നു, ഫ്രീഡത്തിൻ്റെ പേരിലും അതോറിറ്റിയുടെ പേരിലും ഗവേണൻസിൻ്റെ പേരിലൊക്കെ തന്നെ ആയിരുന്നു. സോ റിലീജിയൻ ഓക്യുപ്പൈഡ് എ സെൻട്രൽ പൊസിഷൻ ഇൻ പീപ്പിൾസ് ലീവ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആളുകളുടെ ഇടയിൽ റിലീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതം എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് പൊളിറ്റിക്കൽ സൊസൈറ്റി. അല്ലേ, അതായത് പലതരത്തിലുള്ള മതങ്ങൾ ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്സ്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിനെയും സൊസൈറ്റീനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. So the Puritans wanted to reform the Church of England and remove practices they considered too similar to Roman Catholic traditions. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായിരുന്നു പ്യൂരിറ്റൻസ് അല്ലേ, പ്രൊട്ടസ്റ്റൻസും പ്യൂരിറ്റൻസും. അതിൽ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് ആരാണ്, ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ചർച്ചിനെ റീഫോം ചെയ്യണം, എന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ, അതായത് റോമൻ കത്തോലിക്സിൻ്റെ ട്രഡീഷൻസ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കസ്റ്റംസിനെയും അല്ലെങ്കിൽ പ്രാക്ടീസസിനെയും മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് ചർച്ചിനെ റീഫോം ചെയ്യണമെന്നായിരുന്നു പ്യൂരിറ്റൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ്ഡ് സ്ട്രിക്റ്റ് മൊറാലിറ്റി, ഡിസിപ്ലിൻ ആൻഡ് സിമ്പിൾ ലിവിങ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, എംഫസൈസ് ചെയ്തത് മൊറാലിറ്റിയും ഡിസിപ്ലിനും സിമ്പിൾ ലിവിങ് ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. On the other hand, supporters of the monarchy often defended traditional church structures. അല്ലേ, പക്ഷേ മൊണാർക്കി സപ്പോർട്ടേഴ്സ് മൊണാർക്കി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ള ചർച്ച് സ്ട്രക്ചേഴ്സിനെയായിരുന്നു അവർ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദീസ് ഗ്രൂപ്പ്സ് ഇൻറ്റൻസിഫൈഡ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് സിവിൽ വാർ. അപ്പോൾ ഇതും സിവിൽ വാറിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The English Civil War fought between the supporters of King Charles I, royalist, and supporters of Parliament, അതായത് parliamentarians, became one of the most important events in English history. അപ്പോൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ വാർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ അത് ആരൊക്കെ തമ്മിലായിരുന്നു, കിങ് ചാൾസ് ഫസ്റ്റ്, രാജാവായിട്ടുള്ള ചാൾസ് ഫസ്റ്റിൻ്റെ സപ്പോർട്ടേഴ്സും, അതായത് അവരെ റോയലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, റോയലിസ്റ്റും അതേപോലെ പാർലമെൻറ്റേറിയൻസും തമ്മിലുള്ളതായിരുന്നു ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരൊക്കെ തമ്മിലായിരുന്നു, സപ്പോർട്ടേഴ്സ് ഓഫ്, അതായത് റോയലിസ്റ്റ് വേഴ്സസ് പാർലമെൻറ്റേറിയൻസ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു നമ്മുടെ സിവിൽ വാർ എന്ന് പറയുന്നത്. ഓക്കെ, പാർലിയമെൻറ്റ് എന്നാണ് കേട്ടോ പറയുക ശരിക്കും, പാർലിയമെൻറ്റ്. അപ്പോൾ യു ഷുഡ് പുട്ട് എ ഹിയർ. ഓക്കെ, ദെൻ എം. ഓക്കെ, PARLIAMENT
parliamentarians. Okay. So the war ended with the defeat of the king's forces and the execution of Charles I in 1649. അപ്പോൾ ഈ ഒരു സിവിൽ വാർ അവസാനിച്ചത് എങ്ങനെയായിരുന്നു? ചാൾസ് ഫസ്റ്റിൻ്റെ എക്സിക്യൂഷൻ ആയിരുന്നു. അങ്ങനെ ചാൾസ് ഫസ്റ്റിനെ അവിടുന്ന് കൊല്ലുകയോ അവിടുന്ന് നാട് കടത്തുകയോ ചെയ്യുകയുണ്ടായി. അങ്ങനെ 1649 ആ ഒരു ഫോഴ്സ് അല്ലെ കിങ്സിൻ്റെ ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്യുകയും ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തതും. Then the execution of a monarch was extraordinary because kings were traditionally regarded as a സേക്രഡ് റൂളേഴ്സ് അല്ലേ. അപ്പോൾ ആ ചാൾസ് കിങ്ങിനെ അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ആ ഒരു മൊണാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഗോഡിന് തുല്യമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂളേഴ്സ് ആയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ട്രഡീഷനായിട്ട് കണ്ടിരുന്നത് കിങ്സിനെ. സോ ഈ ഒരു ഇവൻറ്റ് കാരണം ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഒരു പീരീഡിലേക്കായിരുന്നു. ആ ഒരു പീരീഡ് നോൺ ചെയ്ത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാ വെച്ചാൽ കോമൺവെൽത്ത് അണ്ടർ ഒലിവർ ക്രോംവെൽ. കോമൺവെൽത്ത് പീരീഡ് എന്നായിരുന്നു കേട്ടോ, കോമൺവെൽത്ത് പീരീഡ്. അതായത് അവരുടെ റൂളർ ആരായിരുന്നു? നമ്മുടെ ഒലിവർ ക്രോംവെൽ. ഓക്കെ. സോ ഡ്യൂറിങ് വിച്ച് മൊണാർക്കി വാസ് അബോളിഷ്ഡ് ടെമ്പറലി. അപ്പോൾ ആ ഒരു ടൈമിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ ആ ഒരു കോമൺവെൽത്ത് പീരീഡിൽ നമുക്ക് മൊണാർക്കി എന്ന് പറഞ്ഞ സാധനം കാണാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അബോളിഷ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ക്രോംവെല്ലിൻ്റെ ഒരു ഗവൺമെൻറ് അവിടെ വരികയും അത് പ്രൊമോട്ട് ചെയ്തത് എന്തിനായിരുന്നു? സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യൂസും പ്യൂരിറ്റൻ ഐഡിയാസും ആയിരുന്നു. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് തിയേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ബിക്കോസ് ദേ വർ കൺസിഡർഡ് മോറലി ഹാംഫുൾ. കാരണം എന്താണ്? അത്തരത്തിലുള്ള നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത്തരത്തിലുള്ള തിയേറ്റേഴ്സും എൻ്റർടൈൻമെൻറ്റും ഒക്കെ മോറലി എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ സിൻഫുൾ ആണ് അല്ലെങ്കിൽ ഹാംഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിലും ക്രോംവെൽസിൻ്റെ റൂള് ശരിക്കും പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കുറേ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളിനോട് എതിർപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദേ ആർ നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് റൂൾ. ബട്ട് ആഫ്റ്റർ ക്രോംവെൽസ് ഡെത്ത്, അങ്ങനെ ക്രോംവെല്ലിൻ്റെ ഒരു മരണത്തിന് ശേഷം അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞ ആ മൊണാർക്കി തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ 1660 മൊണാർക്കി തിരിച്ചു വന്നു. 1660 മൊണാർക്കി തിരിച്ചു വരികയും ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്ന കിങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു മൊണാർക്കി തിരിച്ചു വന്നത്. അങ്ങനെ ഈ ഒരു റീസ്റ്റോറേഷൻ ശരിക്കും പറഞ്ഞാൽ മാർക്ക് ചെയ്തത് ഒരു ഷിഫ്റ്റ് ആയിരുന്നു. അതായത് ഗ്രേറ്റർ കൾച്ചറൽ ഫ്രീഡം ആൻഡ് ചേഞ്ചസ് ഇൻ എ ലിറ്റററി എക്സ്പ്രഷൻ എന്നുള്ളത്. ആൻഡ് ലേറ്റർ അനദർ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഒക്കെയോട് വിത്ത് ഗ്ലോറിയസ് റവല്യൂഷൻ 1688. അടുത്തൊരു കാര്യം പറയുന്നതാണ് 1688 നടന്നിട്ടുള്ള ഗ്ലോറിയസ് റവല്യൂഷൻ. ഓക്കെ, ഗ്ലോറിയസ് റവല്യൂഷൻ. ഇതിലെന്താണ് ഇത് സ്ട്രെങ്തൻ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ പാർലമെൻ്ററി അതോറിറ്റീനെയാണ്. ആൻഡ് ലിമിറ്റഡ് പവർ ഓഫ് മൊണാർക്കി. ആ മൊണാർക്കീൻ്റെ പവറിനെ ലിമിറ്റ് ചെയ്യുകയും പാർലമെൻ്ററിൻ്റെ പവറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഗ്ലോറിയസ് റവല്യൂഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ഡ് എസ്റ്റാബ്ലിഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഇൻ ഇംഗ്ലണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനാ രീതിക്കുള്ള ഒരു റൂളിംഗ് ഇംഗ്ലണ്ടിൽ കൊണ്ടുവരാനായിരുന്നു ആ ഒരു ഗ്ലോറിയസ് റവല്യൂഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയും എന്താ പറയണ്ടേ, കുറേ അല്ലേ, അതായത് ഒരു ഡസൻ ഡസൻ എന്ന് പറയാൻ പറ്റില്ല, ന്യൂമറസ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടന്നിട്ടുള്ള ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു 17th സെഞ്ച്വറി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ എല്ലാ രീതിക്കും എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇറ്റ് വാസ് നോട്ട് ഓൺലി എ പീരീഡ് ഓഫ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ബട്ട് ഓൾസോ ആൻ ഏജ് ഓഫ് സോഷ്യൽ ആൻഡ് സയൻറ്റിഫിക് ട്രാൻസ്ഫർമേഷൻ. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് മാത്രമല്ല നമുക്ക് ആ ഒരു ഏജ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, എന്നാൽ സോഷ്യലും സയൻറ്റിഫിക്കും ആയിട്ടുള്ള കുറേ ട്രാൻസ്ഫർമേഷനും നമുക്ക് അല്ലെങ്കിൽ ചേഞ്ചസും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ റൂറൽ കാര്യങ്ങളൊക്കെ മാറി സിറ്റീസ് ആവാൻ തുടങ്ങി, സിറ്റീസ് എക്സ്പാൻഡ് ആവാൻ തുടങ്ങി, ട്രേഡുകൾ, കുറേ തരത്തിലുള്ള വ്യവസായങ്ങൾ അവിടെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, പുതിയ തരത്തിലുള്ള ക്ലാസ്സുകൾ സൊസൈറ്റിയിൽ എമേർജ് ചെയ്യാൻ തുടങ്ങി. സയൻറ്റിഫിക് തിങ്കിങ് ശരിക്കും സയൻറ്റിഫിക് തിങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്ന് അവിടെ ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. സ്കോളേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, എക്സ്പെരിമെൻറ്റേഷന്, അതുപോലെ തന്നെ റാഷണൽ ഇൻക്വയറിക്ക്, ഇതിനെല്ലാം സ്കോളേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ഫ്രാൻസിസ് ബേക്കൺ ഒരു അല്ലെങ്കിൽ ഒരു എസ്സേയിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ
ഒരു എസ്സേ ഉണ്ട്, റീഡിങ്ങിനെ കുറിച്ചിട്ടൊരു എസ്സേ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എസ്സേ ആണത്. അപ്പോൾ അദ്ദേഹമൊക്കെ ആണ് ഒരു മെയിൻ തിങ്കേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എംപിരിക്കൽ മെത്തേഡ്സിനെയായിരുന്നു അവർ എന്ത് ചെയ്തത്, എൻകറേജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഐസക് ന്യൂട്ടൺ ഒക്കെ വന്നു അല്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ വേൾഡിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് പീപ്പിൾ ഇൻക്രീസിംഗ്ലി മൂവ്ഡ് ഫ്രം അൺക്വസ്റ്റ്യൻഡ് ബിലീഫ് ടുവേർഡ് ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് നോളജ് അല്ലേ. അപ്പോൾ ഇങ്ങനെ അവർ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തിൽ നിന്നും, ഒരു മിത്തിൽ നിന്നും അവർ എന്തായി, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നോളജിലേക്ക് ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഒരു കാര്യം. പിന്നീടുള്ളത് ലിറ്ററേച്ചറാണ്. 17th സെഞ്ച്വറിയിൽ ലിറ്ററേച്ചർ, അതും ശരിക്കും പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് പറയാൻ പോകുന്നത്. റൈറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ തീംസ് എന്തൊക്കെയാണ്, തീംസ് റിലീജിയൻ, മൊറാലിറ്റി, പൊളിറ്റിക്സ്, ലവ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് തീംസ് ആയിട്ട് എഴുതാൻ തുടങ്ങിയത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഗ്രൂപ്പ്, അതായത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, അതായത് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന ആൾക്കാരെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. ജോൺ ഡൺ, അതേപോലെ ജോർജ് ഹെർബർട്ട്, ഇവരൊക്കെ പോലുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ ഒരു ബിഗിനിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒരു പോയട്രി ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് എന്തിനെയാണ്, ഇൻ്റലക്ച്വൽ കോംപ്ലക്സിറ്റീനെയും ഫിലോസഫിക്കൽ റിഫ്ലക്ഷനെയും അൺയൂഷ്വൽ കമ്പാരിസൺസ് ഒക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. ഈ അൺയൂഷ്വൽ കമ്പാരിസൺസിനെയാണ് നമ്മൾ കൺസീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ, യൂഷ്വലി നമ്മൾ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ടാവില്ല ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് കമ്പയർ ചെയ്യുന്നത്. അതിനാണ് കൺസീറ്റ്സ് എന്ന് പറയുന്നത്. സോ ദെയർ പോയിൻറ്റ്സ് ഫ്രീക്വൻ്റ്ലി കമ്പൈൻ ഇമോഷൻ വിത്ത് അനലിറ്റിക്കൽ തിങ്കിങ്. നമ്മുടെ ഇമോഷൻസിനെ അനലിറ്റിക്കൽ തിങ്കിങ് വെച്ചിട്ടായിരുന്നു അവർ കമ്പയർ ചെയ്തായിരുന്നത്. വേറൊരു ഗ്രൂപ്പ് വന്നിട്ടുള്ളതാണ് കാവലിയർ പോയിറ്റ്സ് എന്നുള്ളത്. അവർ ശരിക്കും സപ്പോർട്ട് ചെയ്തത് കിങ് ചാൾസ് ഫസ്റ്റിനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടവും ഉയർച്ചയും ഒക്കെ ആയിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെറ്റാഫിസിക്കൽ പോയിറ്റിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു കാവലിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ബ്യൂട്ടി, പ്ലഷർ, ലവ്, ലോയാലിറ്റി ആൻഡ് എൻഗേജ്മെൻറ്റ് ഓഫ് ലൈഫ് ഒക്കെ ആയിരുന്നു അവരുടെ തീംസ്. ഓക്കെ, പോയറ്റ്സ് ആരൊക്കെയാണ് അതിൽ വരുന്നത്, റോബർട്ട് ഹെറിക്ക്, റിച്ചാർഡ് ലവ്ലേസ്. ഓക്കെ, അങ്ങനെ അവരൊക്കെയാണ് ലൈറ്ററും മോർ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സ്റ്റൈല് കൊണ്ടുവന്നത്. Through these literary movements, one can observe the diversity of thought and expression that existed during the century എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്നത് എന്താണ്, ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ് പറയുന്നുണ്ട് 3 ജോൺസ് എന്നുള്ളത്. ഓക്കെ, 3 ജോൺസ്, 3 ജോൺസന്മാർ ആരൊക്കെ നോക്കാം. ജോൺ മിൽട്ടൺ, ജോൺ ബനിയൻ ആൻഡ് ജോൺ ഡ്രൈഡൻ. ഈ ഒരു 3 ആൾക്കാരുടെയും കാര്യം അവിടെ പറയുന്നുണ്ട്. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ് ആണ് ആരൊക്കെ, ജോൺ മിൽട്ടൺ, ജോൺ ബനിയൻ ആൻഡ് ജോൺ ഡ്രൈഡൻ. ഓക്കെ, ഇതിലെ ജോൺ മിൽട്ടൺ ആണ് ശരിക്കും എപ്പിക് പോയട്രീൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ എന്ന് പറയുന്നത്. റിലീജിയസ് തീംസ് ആയിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോൺ ബനിയൻ റിമെമ്പർ ചെയ്തത് എങ്ങനെയായിരുന്നു, പിലിഗ്രിംസ് പ്രോഗ്രസിൻ്റെയൊക്കെ അല്ലേ എഴുത്തുകാരനായിട്ട്. ജോൺ ഡ്രൈഡൻ എമേർജ് ചെയ്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയറ്റ് ആൻഡ് ക്രിട്ടിക് ആയിരുന്നു ഡ്യൂറിങ് ദ റെസ്റ്റോറേഷൻ പീരിയഡിൽ കേട്ടോ. സോ ദെയർ വർക്ക് ഷേപ്ഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ് ജനറേഷൻസ്. സോ ഇൻ കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 17th സെഞ്ച്വറി വാസ് ആൻ ഏജ് ഓഫ് കോൺഫ്ലിക്റ്റ്, റെവല്യൂഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ അല്ലേ. കോൺഫ്ലിക്റ്റും റെവല്യൂഷനും ട്രാൻസ്ഫർമേഷനും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 17th സെഞ്ച്വറി എന്നുള്ളത്. അവിടെ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, പൊളിറ്റിക്കൽ സ്ട്രഗിൾസ്, റിലീജിയസ് റീഫോം, സയൻറ്റിഫിക് പ്രോഗ്രസ്, അതുപോലെ ലിറ്റററി ഇന്നൊവേഷൻ കമ്പൈൻഡ് ടു ക്രിയേറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീരിയഡ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നും പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദിസ് ബാക്ക്ഗ്രൗണ്ട് ഇസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ജോൺ മിൽട്ടൺ ആൻഡ് ദ ലിറ്റററി വർക്ക് സ്റ്റഡീഡ് ഇൻ ദ റിമൈനിങ് യൂണിറ്റ്സ് ഓഫ് ബ്ലോക്ക് 2. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോൺ മിൽട്ടൻ്റെ ഈ പറഞ്ഞ എന്താ പറയണ്ട ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയിട്ടുള്ള 17th സെഞ്ച്വറിയിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയിട്ടുള്ള ജോൺ മിൽട്ടനെ കുറിച്ചിട്ടാണ് നമ്മളിനി അടുത്ത യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് എന്താ യൂണിറ്റ് 1 നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താ ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദീസ് ഇൻഫർമേഷൻ ഇൻ യുവർ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താ സിവിൽ വാർ, എന്താണ് ഒലിവർ ക്രോംവെല്ലും കോമൺവെൽത്തും തമ്മിലുള്ള ബന്ധം എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് നന്നായി വായിക്കുക, ഇത് നന്നായിട്ട് ഈ ക്ലാസ് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് 2 നോക്കാം. യൂണിറ്റ് 2 നമുക്ക് നോക്കാം. യൂണിറ്റ് 2 പറയുന്നത് ജോൺ മിൽട്ടൺസ് ലൈഫ് ആൻഡ് വർക്ക്സ് ആണ്. അപ്പോൾ
നമ്മൾ പറഞ്ഞില്ലേ 17th സെഞ്ച്വറിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന റൈറ്റർ. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഹി വാസ് ബോൺ ഇൻ 1608, 1608 അദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഹി വാസ് റേസ്ഡ് ഇൻ എ റിലീജിയസ് ഫാമിലി, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ച് വളർന്നത്. ആൻഡ് ഹി ഗോട്ട് അല്ലെങ്കിൽ ഹി ഗെറ്റ് ഹൈലി ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള റൈറ്ററും കൂടിയാണ്. കാംബ്രിഡ്ജിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജസുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതായത് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീക്ക്, ആൻഷ്യൻ ലാംഗ്വേജുകളുണ്ടല്ലോ, അതിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ദെൻ ഹി വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് പ്രൊട്ടസ്റ്റൻറ്റ് ബിലീവ്സ്, പ്യൂരിറ്റൻ മൊറാലിറ്റി ആൻഡ് റിലീജിയസ് റീഫോം. അപ്പോൾ ഇദ്ദേഹം ബിലീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റൻറ്റ് ബിലീവ്സുകൾ, അതായത് പ്രൊട്ടസ്റ്റൻ്റ് ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പ്യൂരിറ്റൻസിനെതിരെ വരുന്ന ആൾക്കാരാണല്ലോ പ്രൊട്ടസ്റ്റൻസ്. അപ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ബിലീവ്സിനോട് അദ്ദേഹം സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ദെൻ പ്യൂരിറ്റൻ മൊറാലിറ്റി, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള റീഫോർമേഷൻസ് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു പാംഫ്ലെറ്റ് എഴുതിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പാംഫ്ലെറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ എന്താണ് പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അൺബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രിൻറ്റഡ് ഷീറ്റ് നമുക്ക് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ ഇൻഫർമേഷൻ, പ്രൊമോട്ട് എ ബിസിനസ് ഓർ എഡ്യൂക്കേറ്റ് എൻ ഓഡിയൻസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ പാംഫ്ലെറ്റുകൾ എന്ന് പറയുമ്പോൾ എന്തായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ അല്ലേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോൺ മിൽട്ടൺ ഏകദേശം 25ഓളം പൊളിറ്റിക്കൽ, റിലീജിയസ് ആയിട്ടുള്ള, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പാംഫ്ലെറ്റുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, ഒരു പ്രോസ് വർക്കാണ് അരിയോപജിറ്റിക്ക എന്നുള്ളത് കേട്ടോ. അരിയോപജിറ്റിക്ക അത് ആർഗ്യൂ ചെയ്തത് സെൻസർഷിപ്പിനെതിരായിട്ടാണ് അത് പറഞ്ഞത്. എന്താ സെൻസർഷിപ്പ് പറഞ്ഞാൽ? ഒരു മെജോറിറ്റി ആളുകൾക്കെതിരെ അല്ലേ, ആളുകളുടെ ഒരു എന്താ പറയുക ഇഷ്ടത്തിനെതിരെ വരുന്ന കാര്യങ്ങളെ എന്താ പറയേണ്ടത്, അതിന് ആളുകൾക്ക് സംസാരിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയോ ചെയ്യുന്ന വിവരങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ അടിച്ചമർത്തുന്ന അല്ലേ, അതിനെ എന്താണ് സപ്രസ് ചെയ്യുന്ന ഒരു കാര്യം നിരോധിക്കുന്ന, പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഫേമസ് വർക്ക് അരിയോപജിറ്റിക്ക എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള പാംഫ്ലെറ്റുകൾ ശരിക്കും ഡിഫെൻഡ് ചെയ്തത് എന്തിനൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്? ഫ്രീഡത്തിനെയും റീഫോമിനെയും എക്സ്പ്രഷനെയും. അതായത് ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ അല്ലേ, റീഫോമിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിലൊക്കെ ആയിരുന്നു പാംഫ്ലെറ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയണത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുകയും, പക്ഷേ ആ കാഴ്ച നഷ്ടപ്പെട്ടു വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനോ ഒരു എൻഡിങ് കൊടുത്തിട്ടില്ല. ഹി വാസ് കണ്ടിന്യൂസ്ലി എന്താണ് ട്രൈഡ് ടു പ്രൊഡ്യൂസ് ന്യൂ വർക്ക്സ്, പുതിയ വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ്, ഒരു എന്താ പറയുക ഒരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 വർക്കുകൾ ഈ ബ്ലൈൻഡ് ആയതിനു ശേഷം എഴുതിയതാണ് കേട്ടോ. സോ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് അല്ലേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ. അതുപോലെ തന്നെ ഒരു വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയസ് കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ ജീവിതം എന്നുള്ളത്. ഓക്കെ, ഡിസംബർ 9, 1608 അദ്ദേഹം ലണ്ടനിൽ ജനിക്കുന്നത് കേട്ടോ, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലാറ്റിൻ, ഗ്രീക്ക്, ഹെബ്രിയു, ഇറ്റാലിയൻ അത്തരത്തിലുള്ള കുറേ ലാംഗ്വേജുകൾ, അതാണ് ക്ലാസിക്കൽ ലാംഗ്വേജുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്താണ്, പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിലെ കുറേ ഇഷ്യൂസിനെതിരായിട്ട് കുറേ കാര്യത്തിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിങ് ചാൾസിൻ്റെ ഡിഫെൻഡൻറ്റിൻ അതിൻ്റെയൊക്കെ ടൈമിൽ പാർലമെൻറ്റിനെ ആയിരുന്നു അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
Then his political involvement shows that he was not only a poet but also an intellectual engaged with the society. അല്ലെ, സൊസൈറ്റിയുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസൻ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് ബിയോണ്ട് എ പോയറ്റ്. ഒരു പോയറ്റിനുപരി അല്ലേ സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ വെൽബീയിങ് കൂടിയാണ് നമ്മുടെ മിൽട്ടൺ എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ ടൈമിലും കോമൺവെൽത്ത് പീരീഡിൻ്റെ ടൈമിലൊക്കെ മിൽട്ടൺ ഒരുപാട് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു മെയിൻ വർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആരിയോപെജറ്റിക്ക എന്നുള്ളത്. 1644 അത് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ പവർഫുൾ ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് സെൻസർഷിപ്പ്. ഓക്കെ, സോ ഈ ഒരു വർക്കിൽ മിൽട്ടൺ ഡിഫെൻഡ് ചെയ്തത് എന്തിനാ വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും ഫ്രീഡം ഓഫ് പ്രിൻറ്റിങ്ങിനെയുമാണ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ട്രൂത്ത് ശരിക്കും ഉള്ള സത്യം എന്നുള്ളത് എന്താണ് ബിക്കം സ്ട്രോങ്ങർ വെൻ പീപ്പിൾ ആർ അലൗഡ് ടു എക്സാമിൻ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഓപ്പൺലി. അല്ലേ, പലതരത്തിലുള്ള അഭിപ്രായങ്ങളെ ഓപ്പൺലി എന്ത് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ശരിക്കുമുള്ള ട്രൂത്ത് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരിയോപെജറ്റിക്ക ശരിക്കും ഒരു റിമൈൻസ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ടുഡേ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഐഡിയാസ് അബൌട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഐഡിയ എത്രത്തോളം അതിലുണ്ട് എന്നതിൽ ഇപ്പോഴും ആ ഒരു വർക്ക് എന്താണ് പറയേണ്ടത് കറൻ്റ്ലി അത് റെലവൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് പറയണത്. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രഗിൾസും സഫറിങ്സും നടന്നിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു. കുറേ ഡിഫിക്കൽട്ടീസിലൂടെയൊക്കെ ആയിരുന്നു അദ്ദേഹം നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹി എക്സ്പീരിയൻസ്ഡ് ഫാമിലി ലോസസ് ആൻഡ് ഗ്രാജുവലി ലോസ് ഹെർ ഐസൈറ്റ്. ആദ്യം അദ്ദേഹത്തിന് അവരുടെ ഫാമിലീനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഗ്രാജുവലി ഐസൈറ്റ് കാഴ്ചയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. ഈ ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു ട്രാജഡി എന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട എഴുതാനോ അല്ലേ ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ച പോവുക എന്ന് പറഞ്ഞാൽ എത്രയും ദയനീയമായൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ഒരു കണ്ടീഷനാണ്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റീനെ പോലും അത് ബാധിക്കൂ എന്ന് അദ്ദേഹം പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹം അതിൽ നിന്നൊന്നും ഗീവ് അപ്പ് ചെയ്തില്ല അല്ലേ. അതൊന്നും ഉപേക്ഷിക്കാതെ അതിൽ നിന്നും അല്ലേ ഒട്ടും പിറകോട്ട് പോവാതെ മിൽട്ടൺ കണ്ടിന്യൂ ചെയ്തു. പുതിയ പുതിയ വർക്ക്സുകൾ ലിറ്റററി മാസ്റ്റർ പീസുകൾ തന്നെ എഴുതാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഓൺ ഹസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. അത് നമ്മൾ ഈ ഒരു അടുത്ത യൂണിറ്റിലൊക്കെ ആയിട്ട് പഠിക്കും. അദ്ദേഹം പറയുന്നുണ്ട് ഫെയ്ത്ത്, സഫറിങ്, അതുപോലെ തന്നെ ഗോഡിനോടുള്ളൊരു സർവീസ് എങ്ങനെയൊക്കെയാണ് അതിനൊക്കെ കുറിച്ചിട്ടാണ് ആ ഒരു വർക്കിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഇനി ലിറ്റററി കാരിയർ മിൽട്ടൻ്റെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ലിറ്റററി കാരിയറിനെ. അതായത് പുതിയ അല്ലെങ്കിൽ ഏർലി റൈറ്റിങ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പോയംസ് എൽ അലിഗ്രോ, എൽ പെൻസറോസോ, കോമസ് ആൻഡ് ലിസിഡാസ്. ഇതാണ് ഏർലി പോയംസ് ആയിട്ട് വരുന്നത്. ഈ ഒരു പോയംസ് എല്ലാം റിവീൽ ചെയ്യുന്നത് നേച്ചറോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻ നേച്ചർ, മൊറാലിറ്റി ആൻഡ് ക്ലാസിക്കൽ ട്രഡീഷൻസ്. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പോയംസത്തിലൂടെ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നീട് വരുമ്പോൾ ഒരു മിഡിൽ ഫേസിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മിഡിൽ ഫേസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയസ് പ്രോസ് വർക്കുകളുണ്ട്. പിന്നീട് ലേറ്റർ ഫേസിലേക്ക് അതായത് കുറച്ചുകൂടി വയസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് പാരഡൈസ് ലോസ്റ്റ് ആഫ്റ്റർ ദ ബ്ലൈൻഡ്നെസ് കേട്ടോ. ആഫ്റ്റർ ഹി ലോസ്റ്റ് ഹസ് എന്താ പറയണ്ടേ ഐ വിഷൻ എന്നിട്ട് എഴുതിയതാണ് പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് ആൻഡ് സാംസൺ അഗോണിസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു വർക്ക്സുകളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിക് പോയറ്റ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു എപ്പിക് പോയറ്റ് എന്നുള്ളൊരു പേരും കൂടി കൊണ്ടുവരാൻ ഇടയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മിൽട്ടൻ്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പാരഡൈസ് ലോസ്റ്റ്. അതൊരു എപ്പിക്കാണ്. അത് ഡീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ സാത്താൻ്റെ ഒരു റിബല്യൺ ഉണ്ടല്ലോ, സേറ്റൻ്റെ ഒരു റിബല്യൺ എഗെയിൻസ്റ്റ് ഗോഡ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവും അല്ലേ, പിന്നീട് അവരെ സ്വർഗത്തിലായിരുന്നു അല്ലേ, പാരഡൈസിലായിരുന്നു. അങ്ങനെ അവിടെ സാത്താൻ നമ്മൾ പറയുന്ന മലയാളത്തിൽ സാത്താൻ വന്നിട്ട് ആ പഴം കഴിക്കാൻ നിർബന്ധിക്കുകയും ഗോഡിൻ്റെ ഇതിന് എതിരായിട്ട് ഈവ് അത് കഴിക്കുകയും അല്ലേ, ആദം ഈവ് അങ്ങനെ അവർക്ക് പാരഡൈസ് ലോസ്റ്റ് ഉണ്ടാവുക, അതായത് സ്വർഗം നഷ്ടപ്പെടുന്ന അവരെ ഭൂമിയിലേക്ക് വിടുന്ന ആ ഒരു
റിലീജിയസ് വർക്കാണല്ലോ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാൾ ഓഫ് ഏഞ്ചൽസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഡിസൊബീഡിയൻസ്, മനുഷ്യൻ്റെ ഫസ്റ്റ് ഒബീഡിയൻസ്, അതുപോലെ റെപ്രസെൻറ്റഡ് ബൈ ആദവും ഈവും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. സോ ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? തീംസ് എന്ന് പറയുന്നത് ഫ്രീ വിൽ, ഒബീഡിയൻസ്, ടെംപ്റ്റേഷൻ ആൻഡ് റിഡംഷൻ എന്നുള്ളതാണ്. സോ ത്രൂ ദിസ് വർക്ക് മിൽട്ടൺ അറ്റംപ്റ്റഡ് ടു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ, അല്ലേ? അതായത് ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ, അതിൻ്റെ പല വഴികളാണ് ഇതിലൂടെ മിൽട്ടൺ നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അംബിഷൻ എന്നുള്ളത് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്തായിരുന്നു? മേക്ക് പാരഡൈസ് ലോസ്റ്റ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എപ്പിക്സ് ഇൻ ദ വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ളത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഭയങ്കര ഗ്രാൻഡുമായിരുന്നു, അതേപോലെ തന്നെ എലവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു. അദ്ദേഹം കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, അതുപോലെ ക്ലാസിക്കൽ അല്യൂഷൻസ്, ബിബ്ലിക്കൽ റെഫറൻസുകൾ, റിച്ച് ഇമേജറീസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. His language can be difficult because it reflects influences from Latin and Greek literature. അല്ലേ, ക്ലാസിക്കൽ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാഡ് ദ ഇൻഫ്ലുവൻസ് ഫ്രം ദ ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഹവെവർ ക്രിട്ടിക്സ് ഓൾസോ പ്രേസ് ദ സ്റ്റൈൽ. പക്ഷേ എന്തിരുന്നാലും ക്രിട്ടിക്സ് ഈ ഒരു സ്റ്റൈലിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഫോർ ഇറ്റ്സ് പവർ ആൻഡ് മെജസ്റ്റിറ്റി. ഓക്കെ, ആ ഒരു പവറിൻ്റെയും മെജസ്റ്റിൻ്റെയും പേരിൽ പ്രൈസ് ചെയ്തിട്ടുണ്ട്. മിൽട്ടൺസ് എബിലിറ്റി ടു കമ്പൈൻ ഇൻ്റലക്ച്വൽ ഡെപ്ത് വിത്ത് ദ പോയറ്റിക് ബ്യൂട്ടി ഡിസ്റ്റിങ്യൂഷസ് ഹിം ഫ്രം അതർ റൈറ്റേഴ്സ്. അപ്പോൾ മിൽട്ടൻ്റെ ഈ ഒരു എബിലിറ്റിയാണ്, അതായത് ഇൻ്റലക്ച്വൽ ഡെപ്തിലേക്ക് പോയറ്റിക് ബ്യൂട്ടി കൊടുത്തിട്ട് എഴുതാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ പല റൈറ്റേഴ്സും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്ന റൈറ്റേഴ്സിൽ നിന്നും അദ്ദേഹത്തെ ഡിസ്റ്റിങ്യൂഷ് ആയി വെക്കുന്ന ഒരു എബിലിറ്റി എന്ന് പറഞ്ഞതും അതായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേ ദാറ്റ് മിൽട്ടൺസ് ലൈഫ് ഡെമോൺസ്ട്രേറ്റ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ലിവ്ഡ് എക്സ്പീരിയൻസ്. അല്ലേ, ലിറ്ററേച്ചറും ലിവ്ഡ് എക്സ്പീരിയൻസും തമ്മിലൊരു കണക്ഷൻ നമുക്ക് മിൽട്ടൻ്റെ വർക്കിലൂടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മിൽട്ടൻ്റെ ലൈഫിലൂടെ നമുക്ക് കാണാൻ പറ്റും. റിലീജിയൻ, പൊളിറ്റിക്സ്, സഫറിങ് ആൻഡ് പേഴ്സണൽ കൺവിക്ഷൻ ഷേപ്ഡ് ഹസ് റൈറ്റിംഗ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഹിസ് വർക്ക്സ് കണ്ടിന്യൂ ടു ബി സ്റ്റഡീഡ് ബിക്കോസ് ദേ അഡ്രസ് യൂണിവേഴ്സൽ തീംസ് സച്ച് ആസ് ഫെയ്ത്ത്, മൊറാലിറ്റി, ഫ്രീഡം ആൻഡ് ഹ്യൂമൻ സ്ട്രഗിൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും റെലവൻ്റായി നിൽക്കുന്നത് തന്നെയാണ് മിൽട്ടൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും പഠിച്ചു കൊണ്ടുവരുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങളും പഠിക്കുന്നത്. അതുപോലെ വേറെ കുറേ PG പഠിക്കാനുണ്ട്, മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളിത് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ അഡ്രസ് universal themes such as faith, morality, freedom and human struggle. Okay, so that's all about the life and works of John Milton. That is unit 2 of this second block. Okay, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് യൂണിറ്റ് 3 and 4 നോക്കാം. 3ൽ പറയുന്ന യൂണിറ്റ് 3ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേമസ് വർക്കായിട്ടുള്ള ലിസിഡാസും സോണറ്റ് ഒരു സോണറ്റും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു സോണറ്റിൽ പറയുന്നത് ആ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് യൂണിറ്റ് 3, ലിസിഡാസ് ആൻഡ് സോണറ്റ് 19 ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വർക്കും ജോൺ മിൽട്ടൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അതിൽ ലിസിഡാസ് എന്ന് പറയുന്ന പോയം എന്തിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ രണ്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ലിസിഡാസ് അതിൻ്റെ കുറച്ച് ഷോർട്ട് പോയിൻറ്റ്സ് മാത്രമാണ്. ഇത് മാത്രമല്ല കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും അത് കേട്ടോ. ഓക്കെ, സോ ലിസിഡാസ് ആൻഡ് സോണറ്റ് 19. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിസിഡാസ് നോക്കാം. അപ്പോൾ രണ്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും, ഇപ്പോൾ സോണറ്റ് 19 ആണെങ്കിലും ഈ ലിസിഡാസ് എന്ന് പറയുന്ന പോയം ആണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോമിൽ, അതിൻ്റെ സബ്ജക്റ്റിലും ഫോമിലും ഡിഫറെൻ്റ് ആണ് രണ്ടും പോയവും. പക്ഷേ രണ്ടും എക്സ്പ്ലോർ ചെയ്യുന്നത് തീംസ് ആയിട്ടുള്ള ലോസ്, സഫറിങ്, ഫെയ്ത്ത്, മൊറാലിറ്റി ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്.
അപ്പോൾ രണ്ടിലും കാണാൻ പറ്റുന്ന കോമൺ തീംസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ലോസ്, സഫറിങ്, ഫെയ്ത്ത്, മൊറാലിറ്റി ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ലിസിഡാസ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സോ ലിസിഡാസ് വാസ് റിട്ടൺ ഇൻ 1637. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. 1637 ലിസിഡാസ് എഴുതിയിട്ടുള്ളത്. 1637. And it was written after the death of Milton's friend Edward King. Okay, മിൽട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ് മരിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു പോയം കൂടിയാണ് ഇത്. ആ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ് എങ്ങനെയാണ് മരിക്കുന്നത് അറിയോ? ഹു ഡ്രോൺഡ് ഇൻ എ ഷിപ്രക്ക്, ഒരു കപ്പൽ അപകടത്തിൽ മുങ്ങി മരിച്ചു പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എഡ്വാർഡ് കിങ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം കൂടിയും എഴുതിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം അറിയപ്പെടുന്നത് പാസ്റ്ററൽ എലജി എന്നാണ് കേട്ടോ. എലജി നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? എന്താണ് എലജി? ഒരാളുടെ മരണത്തിലോ ഒരാളുടെ ലോസിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും, ഒരാളാവണമെന്നില്ല, എന്തിൻ്റെങ്കിലും ഒരു ലോസിൽ നമ്മൾ എഴുതുന്ന, അതിന് മോൺ ചെയ്തുകൊണ്ട് നമ്മുടെ വിഷമിച്ച് സോറോഫുൾ ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എലജി എന്ന് പറയുക. ഗാനം അല്ലെങ്കിൽ വിലാപം അല്ലേ? സോ ഇവിടെ എഡ്വാർഡ് കിങ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ്ങിൻ്റെ മരണാനന്തരം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. സോ അതിൻ്റെ മിൽട്ടൺ റോട്ട് ദ പോയം ആസ് എ ട്രിബ്യൂട്ട് ടു ഹിം. അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടും കൂടിയാണ് മിൽട്ടൺ ഇത് എഴുതിയിട്ടുള്ളത്. സോ റാദർ ദാൻ യൂസിങ് എഡ്വാർഡ് കിങ്സ് റിയൽ നെയിം, മിൽട്ടൺ കോൾസ് ഹിം ലിസിഡാസ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൽ എഡ്വാർഡ് കിങ് എന്ന് പറയുന്ന ആക്ച്വൽ നെയിം വിളിക്കാതെ മിൽട്ടൺ ചെയ്യുന്നത് ലിസിഡാസ് എന്ന പേര് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഫോളോയിങ് ദ ക്ലാസിക്കൽ ട്രഡീഷൻ ഓഫ് പാസ്റ്ററൽ പോയട്രി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്റ്ററൽ പോയട്രിയുടെ ഒരു ട്രഡീഷനാണ് കേട്ടോ, വേറൊരു പേര് കൊടുത്തിട്ട് ഒരാളെ അഭിസംബോധന ചെയ്യുന്നത്. സോ ഇൻ പാസ്റ്ററൽ പോയട്രി ക്യാരക്ടേഴ്സ് ആർ ഓഫൺ റെപ്രസെൻറ്റഡ് ആസ് ഷെപ്പേർഡ്സ് ലിവിങ് സിമ്പിൾ റൂറൽ ലൈഫ്. അപ്പോൾ ഈ പാസ്റ്ററൽ എലജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പാസ്റ്ററൽ പോയട്രിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, വില്ലേജിൻ്റെ സൗന്ദര്യം കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പാസ്റ്ററൽ എലജിയിൽ ആരായിരിക്കും ഈ മെയിനായിട്ട് വരുന്നത്? ഷെഫേർഡ്സ് ആയിരിക്കും, അതായത് ആട്ടിടയന്മാരുണ്ടല്ലോ, അവരായിരിക്കും. അപ്പോൾ അവർ ജീവിക്കുന്ന ഒരു സിമ്പിൾ ലൈഫിൻ്റെ ചിത്രീകരണമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ആ ഒരു ഷെപ്പേർഡിൻ്റെ ഇമേജറി കൊടുത്തിട്ട് ഈ ഒരു ആളും മരിച്ചതിൻ്റെ വിഷമത്തിൽ എഴുതുന്നത്. ഓക്കെ, സോ ബിക്കോസ് ദ പോയം മോൺസ് എ ഡെഡ് പേഴ്സൺ ഇറ്റ് ഈസ് കോൾഡ് എ പാസ്റ്ററൽ എലജി. അപ്പോൾ ഒരാൾ മരിച്ചതിൻ്റെ ഒരു സങ്കടത്തിൽ അതിൻ്റെ വിലപിച്ചിട്ട് എഴുതുന്നതുകൊണ്ട് കൂടി ഇതിനെ എന്ത് വിളിക്കുന്നുണ്ട്? എന്താ വിളിക്കുന്നത്? പാസ്റ്ററൽ എലജി എന്നുള്ളത് കേട്ടോ. ഓക്കെ, so a pastoral elegy usually contains expression of grief, praise of the dead person, reflection on death, consolation or hope. അപ്പോൾ പാസ്റ്ററൽ എലജീൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രീഫ്, അതിയായ സങ്കടം അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മരിച്ച ആളെ പ്രൈസ് ചെയ്തിട്ടായിരിക്കും അതിൽ പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് ഡെത്ത് അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കൺസൊലേഷൻ അല്ലെങ്കിൽ ഒരു ഹോപ്പ് അവിടെ കാണാൻ പറ്റും. ലിസിഡാസ് ഫോളോ ചെയ്യുന്നത് ഇതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ തീമും മീനിങ്ങും എല്ലാം നോക്കാം കേട്ടോ. ഡെത്ത്, തീം ഓഫ് ഡെത്ത് ആൻഡ് മീനിങ് നമുക്ക് നോക്കാം. മീനിങ് ആൻഡ് തീം ഓഫ് ഡെത്ത് ഇൻ ലിസിഡാസ്. സോ മോസ്റ്റ് ഒബ്വിയസ് തീം ഇൻ ലിസിഡാസ് എന്തായിരിക്കും? ഡെത്ത് തന്നെയായിരിക്കും അല്ലേ? മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള തീം തന്നെയാണ് ഡെത്ത്. സോ മിൽട്ടൺ റിഫ്ലെക്ട്സ് ഓൺ ഹൗ സഡൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഡെത്ത് ക്യാൻ ബി. അതായത് അദ്ദേഹം പറയുന്നത് ഇതിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഒരു ദിവസം മരണം നമ്മളെ തേടി വരിക അല്ലേ? അതൊരു സഡൻ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് മിൽട്ടൺ ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ് ശരിക്കും ഒരു യങ് ഏജിലാണ് മരണപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ഫുള്ളും അദ്ദേഹത്തിന് അവിടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എഡ്വേർഡ് കിങ് എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ അതൊന്നും ലോകത്തിന് മുന്നേ കാണിച്ചു കൊടുക്കാതെ മരണപ്പെടാൻ ഉണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മിൽട്ടൺ സംസാരിക്കുന്നത്. So through this loss, Milton questions why good people are die early. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും എന്തുകൊണ്ടാണ് നല്ല ആളുകൾ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത് എന്നാണ്. അതായത് പെട്ടെന്ന്
നല്ല ആളുകളെല്ലാവരും പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ എന്താണ് അതിന് കാരണം? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് മിൽട്ടൺ ഈ ഒരു പോയത്തിലൂടെ. സോ ഈ ഒരു പോയം സജസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ എഫേർട്ട്, എഡ്യൂക്കേഷൻ, അംബിഷൻ കനോട്ട് പ്രിവെൻറ്റ് ഡെത്ത്. അല്ലേ, നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മൾ കുറേ എഫേർട്ട് ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഡെത്ത്, ഇപ്പം ഞാൻ മരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് സംഭവമാണോ? അല്ലെങ്കിൽ അത് പോസിബിൾ ആയ ഒരു കാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ? അല്ല അല്ലേ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടും നമുക്ക് ഡെത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എവറി വൺ ഈസ് വൾണറബിൾ അല്ലേ, എല്ലാവരും ഈ ഒരു ഡെത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഹവെവർ മിൽട്ടൺ ഗ്രാജുവലി ചേഞ്ചസ് ദ ടോൺ ഓഫ് ദ പോയം. പിന്നീട് ഗ്രാജുവലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ചിങ് ടോണാണ്, ടോണിൽ വരുന്ന ഒരു വ്യത്യാസം. ഡെത്ത് ഈസ് നോട്ട് ഷോൺ ആസ് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. ഡെത്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ ആയിട്ട് അവിടെ കാണിക്കുന്നില്ല. ക്രിസ്ത്യൻ ബിലീഫിൽ ഒരു കാര്യം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് എറ്റേണൽ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതായത് നമ്മൾ എറ്റേണൽ ലൈഫിൽ നമ്മുടെ ഉള്ളിലൊരു ജീവിതവും ആ ഒരു മരണത്തിൽ നമ്മൾ തിരിച്ചു വരുന്നതും, റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ തിരിച്ചു വരുന്നത് ജീവിതത്തോട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം എന്നത് എന്താണ്? ഗ്രീഫ്, റിഫ്ലക്ഷൻ ആൻഡ് സ്പിരിച്വൽ ഹോപ്പ്. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രീഫ് ഫോളോസ് ടു റിഫ്ലക്ഷൻ ഫോളോസ് ടു എന്താണ്? സ്പിരിച്വൽ ഹോപ്പ്. So this transformation makes Lycidas different from ordinary morning poems. അപ്പോൾ സാധാരണയായിട്ടുള്ള മോർണിംഗ് പോയിംസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോയം നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, അത് നിങ്ങൾ വായിക്കുന്ന വേണം, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും വേണം. ഇതിപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലിസിഡാസിൽ കാണുന്ന തീമായിട്ടുള്ള റിലീജിയൻ എന്താ നമുക്ക് നോക്കാം. സോ റിലീജിയൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പോയം. മിൽട്ടൺ criticizes corrupt religious leaders who misuse authority and fail to guide believers properly. അല്ലേ, അതായത് ഇത്തരത്തിലുള്ള റിലീജിയസ് ലീഡേഴ്സിനെ എങ്ങനെ, അതായത് അതോറിറ്റീനെ മിസ്യൂസ് ചെയ്യുകയും ആളുകളെ ഗൈഡ് ചെയ്യുന്നതിൽ തോൽക്കപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ തോൽക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അല്ലേ ബിലീവേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു കറപ്റ്റായിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മിൽട്ടൺ. ഹി ബിലീവ് സം ക്ലർജി കെയർഡ് മോർ അബൌട്ട് പവർ ദാൻ സ്പിരിച്വൽ ഡ്യൂട്ടി. അല്ലേ, ഒരു സ്പിരിച്വൽ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാളും ക്ലർജി ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്? അവർ പവറിലാണ് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടിരിക്കുന്നത്. Therefore Lycidas becomes not only a poem about personal sorrow but also a criticism of religious corruption. അല്ലേ, ഒരു സങ്കടം, ഒരു പേഴ്സണൽ സങ്കടം നിറഞ്ഞിട്ടുള്ളൊരു പോയം മാത്രമല്ല ലിസിഡാസ് എന്ന് പറയുന്നത്, പക്ഷേ റിലീജിയസ് കറപ്ഷൻ ഒരു ക്രിറ്റിസിസം കൂടിയാണ് ഈ ഒരു പോയം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മിൽട്ടൻ്റെ ഒരു പ്യൂരിറ്റൻ ബിലീഫും നമുക്കിതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള നേച്ചർ ആൻഡ് ഇമേജറി എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽട്ടൺ ഫ്രീക്വൻറ്റ്ലി യൂസസ് ഇമേജസ് ഫ്രം നേച്ചറിൽ നിന്നുമുള്ള കുറേ തരത്തിലുള്ള ഇമേജറീസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ലൈക്ക് റിവേഴ്സ്, ഫ്ലവേഴ്സ്, ഫോറസ്റ്റ്, ഷെപ്പേർഡ്സ്, ആനിമൽസ്. ഓക്കെ, സോ നേച്ചർ പാർട്ടിസിപ്പൻസ് ഇൻ മോർണിംഗ് ലിസിഡാസ്. അല്ലേ, മോർണിംഗ് MORNG രാവിലെ എന്നുള്ളതല്ല, MOURNG, അതായത് തേങ്ങൽ എന്ന് നമ്മൾ പറയില്ലേ. സോ ദീസ് നാച്ചുറൽ ഇമേജസ് ക്രിയേറ്റ് ഇമോഷണൽ ഡെപ്ത് ആൻഡ് മേക്ക് ഗ്രീഫ് ഫീൽ യൂണിവേഴ്സൽ. അല്ലേ, അതാ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ലിസിഡാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ലിസിഡാസ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എലജീസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് പേഴ്സണൽ സോറോ, റിലീജിയസ് റിഫ്ലക്ഷൻ, ക്ലാസിക്കൽ ട്രഡീഷൻ, സോഷ്യൽ ക്രിറ്റിസിസം, ഹോപ്പ് ആഫ്റ്റർ സഫറിങ് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് മിൽട്ടൻ്റെ ഒരു പോയറ്റിക് മെച്യൂരിറ്റീനെയാണ്, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡെപ്തിനെയും കൂടിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ്, അല്ലേ, കിങ് എഡ്വാർഡിൻ്റെ ഒരു മരണത്തിന് ശേഷം എന്താ പറയണ്ടേ, സങ്കടപ്പെട്ട് എഴുതിയൊരു കവിതയാണ്. പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള കറപ്ഷനെതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയും കൂടിയാണ് ഇത്. Okay, so that's all about Lycidas. Now we can move on to the next poem of Milton, that is Sonnet 19. Okay, Sonnet 19 അതിൻ്റെ പേരാണ് On His Blindness എന്നുള്ളത് കേട്ടോ. സോ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മോസ്റ്റ് പേഴ്സണൽ പോയംസ് ആണ്. ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിന് ശരിക്കുള്ളൊരു പേരെന്താണെന്ന് വെച്ചാൽ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കേട്ടോ.
സോ മിൽട്ടൺ ഗ്രാജുവലി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ് ആൻഡ് ഇവൻച്വലി ബിക്കെയിം ബ്ലൈൻഡ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെടുകയും ഫുള്ളി ബ്ലൈൻഡ് ആവുകയും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ബ്ലൈൻഡ്നെസ് ശരിക്കും അദ്ദേഹത്തെ ഡീപ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം റീഡ് ചെയ്യാനോ ലേൺ ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ അതിനൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ലൈഫ് ആണെങ്കിലും ഇതിനെല്ലാം ഒരു പ്രൊഹിബിഷൻ ഉണ്ടാവുകയും ഡിഫിക്കൽട്ട് ഉണ്ടാവുകയും ചെയ്തത് ആഫ്റ്റർ ഹി ലോസ് ദ ഐസൈറ്റ് അല്ലേ, അതുകൊണ്ടാണ്. സോ ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സ്ട്രഗിളാണ് ആഫ്റ്റർ ബിക്കമിങ് ബ്ലൈൻഡ്. ഒരു ബ്ലൈൻഡ് ആയതിനു ശേഷം അദ്ദേഹം അനുഭവിച്ച ഇമോഷണൽ സ്ട്രഗിൾസ്, പെയിൻ ഒക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. ഇനി പറയുന്നത് മിൽട്ടൺ വണ്ടേഴ്സ് ദാറ്റ് ഹൗ ക്യാൻ ഐ സെർവ് ഗോഡ് ഇഫ് ഐ ക്യാൻ നോ ലോങ്ങർ യൂസ് മൈ ടാലൻസ് എന്ന്. അതായത് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വയം വിചാരിക്കുകയാണ് അല്ലേ, എൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും എഴുതാൻ പറ്റുന്നതാണ് അല്ലേ എൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നതാണ്, ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ആണ് എൻ്റെ ടാലൻറ്റ്. അപ്പോൾ എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ടാലൻസുകൾ യൂസ് ചെയ്യും അല്ലേ, ഐ കാൺട്ട് യൂസ് മൈ ടാലൻസ് എനിമോർ ബിക്കോസ് ഐ ആം ബ്ലൈൻഡ് നൗ എന്നാണ് അദ്ദേഹം അന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ ടാലൻസ് എനിക്ക് നഷ്ടപ്പെട്ട സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഗോഡിനെ അല്ലേ സെർവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ വണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സെൻറ്റർ ഓഫ് ദ പോയമാണ് അല്ലേ, ഇമോഷണലി നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വരിയും കൂടിയാണ് അതെന്ന് പറയുന്നത്. പിന്നീട് മിൽട്ടൺ ബിലീവ്ഡ് ടാലൻസ് ആർ ഗിഫ്റ്റ്സ് ഫ്രം ഗോഡ്. പിന്നീട് അദ്ദേഹം വിചാരിക്കുന്നതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ ടാലൻസും ദൈവത്തിൽ നിന്നുമാണ് ഉള്ളതാണ് അല്ലേ, ദൈവം തരുന്ന ടാലൻസ് ആണ് അല്ലെങ്കിൽ കഴിവാണ്. അപ്പോൾ ഈ ബ്ലൈൻഡ് ആയതിനു ശേഷം ഹി ഫിയർഡ് ഹി കുഡ് നോട്ട് ഫുൾഫിൽ ഹിസ് ഡ്യൂട്ടി അല്ലേ, അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് കാരണം തന്നെ ഇനി അല്ലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോഡിനോടുള്ള ആ ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹം പേടിച്ചു പോവുകയാണ്. സോ ദ പോയം ഷോസ് ദ ഇന്നർ കോൺഫ്ലിക്റ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഇന്നർ കോൺഫ്ലിക്ട്സിനെയാണ് ഈ ഒരു പോയം ഷോ ചെയ്യുന്നത്. ആൻഡ് ഡിസയർ ടു സെർവ് ഗോഡ് വേഴ്സസ് ഫിസിക്കൽ ഇനബിലിറ്റി. അദ്ദേഹത്തിന് നന്നായിട്ട് ഗോഡിനെ സെർവ് ചെയ്യണം അല്ലേ, അതായത് അദ്ദേഹത്തിൻ്റെ കഴിവിലൂടെ ഗോഡിനെ പ്രൈസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഗോഡിനെ സെർവ് ചെയ്യാൻ പറ്റുമോ അതിലെ ആ എല്ലാ വഴികളിലൂടെയും സെർവ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ആ ആഗ്രഹം അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബിക്കമിങ് അല്ലേ, ആഫ്റ്റർ ബിക്കമിങ് ബ്ലൈൻഡ് അല്ലെ, ഒരു ബ്ലൈൻഡ് ആയതിനു ശേഷം ഇതൊന്നും അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്നില്ല. അതൊരു ഫിസിക്കൽ ഇനബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു രണ്ട് കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും. എന്തൊക്കെ? ഡിസയർ ടു സെർവ് ഗോഡ് വേഴ്സസ് ഫിസിക്കൽ ഇനബിലിറ്റി. സോ ദിസ് ക്രിയേറ്റ്സ് ഫ്രസ്ട്രേഷൻ ആൻഡ് സാഡ്നെസ് അല്ലേ. ഈ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്നത് ഉള്ള ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു സാഡ്നെസ്സും ഒക്കെ ഈ ഒരു പോയം ഷോ ചെയ്യുന്നുണ്ട് എന്നാണ്. പിന്നീട് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം അറ്റ് ലാസ്റ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഇതെൻ്റെ വിധിയാന്ന് പറഞ്ഞിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാണാൻ പറ്റുന്നത്. സോ ദ പോയം ഇവൻച്വലി റീച്ചസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് മിൽട്ടൺ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ഡിമാൻഡ് കോൺസ്റ്റൻറ്റ് വിസിബിൾ ആക്ഷൻ അല്ലേ. അതായത് ഗോഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ഡിമാൻഡ് ചെയ്യുന്നില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വിസിബിൾ ആക്ഷനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുകയാണ് ലാസ്റ്റ് മിൽട്ടൺ. അപ്പോൾ പീപ്പിൾ ക്യാൻ സെർവ് ത്രൂ ഫെയ്ത്ത്, പേഷ്യൻസ്, എൻഡുറൻസ്, ആക്സെപ്റ്റൻസ്. അപ്പോൾ എന്തൊക്കെ ഫിസിക്കൽ ഇനബിലിറ്റി ഉണ്ടായാലും നമുക്ക് ശരിക്കും ഗോഡിനെ പലതരത്തിലും അല്ലേ സെർവ് ചെയ്യാം. എങ്ങനെയൊക്കെ? ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിലൂടെ; പേഷ്യൻസ്, നമ്മുടെ ക്ഷമയോടുകൂടി; എൻഡുറൻസ് അല്ലേ, നമ്മുടെ എന്താ പറയണ്ടേ ആത്മധൈര്യത്തോടു കൂടി; അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് അല്ലേ, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ഗോഡിനെ സെർവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിശ്വാസം, ക്ഷമ, സഹിഷ്ണുത ആൻഡ് എന്താണ്, ആക്സെപ്റ്റൻസ് അല്ലേ, സ്വീകരിക്കുക, അതൊക്കെ. സോ ദ ഫേമസ് ലൈൻ എക്സ്പ്രസസ് ദിസ് ഐഡിയ, ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ് എന്നുള്ളത്. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ് അല്ലേ. നമുക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും പുറകോട്ട് നിൽക്കാതെ, ഗിവ് അപ്പ് ചെയ്യാതെ ക്ഷമിച്ച് നിൽക്കുന്ന ഒരാൾക്കും ഗോഡിനെ സെർവ് ചെയ്യാം എന്നുള്ളൊരു വരി. സോ അതിൻ്റെ മീനിങ് എന്താണ്? ഈവൻ ക്വൈറ്റ് എൻഡുറൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ് ഹാവ് വാല്യൂ അല്ലേ. അതായത് നമ്മൾ കുറച്ചൊക്കെ സഹിക്കുകയാണെങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ ക്ഷമയ്ക്കും അവിടെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി അതിൻ്റെ മെയിൻ തീംസുകൾ എന്താണെന്ന് നോക്കാം. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൻ്റെ എന്തൊക്കെയാണ്? ഫെയ്ത്ത് ഒന്നാണ് അല്ലേ, അതായത് ട്രസ്റ്റിംഗ് ഗോഡ് ഡെസ്പൈറ്റ് സഫറിങ്. അതായത് എന്താണ്,
ട്രസ്റ്റിംഗ് ഗോഡിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അതായത് എന്താണ്, നമ്മുടെ സഫറിങ്സ് കുറേ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ സഫറിങ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയല്ല ചെയ്യേണ്ടത് അല്ലേ. പകരം ഗോഡിനോടുള്ള ഒരു വിശ്വാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഫെയ്ത്ത്. ഹ്യൂമൻ ലിമിറ്റേഷൻ പറയുമ്പോൾ ആക്സെപ്റ്റിംഗ് വീക്ക്നെസ് അല്ലേ. ഒരു മനുഷ്യൻ ഫുള്ളായിട്ട് ഒരു മനുഷ്യൻ എല്ലാതര സൗഭാഗ്യങ്ങളും എല്ലാതര സന്തോഷങ്ങളും ദൈവം കൊടുക്കുമോ? ഇല്ല. എന്താ പറയണ്ടേ, കുറേയൊക്കെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം അവിടെ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ കുറേയൊക്കെ സങ്കടം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ചില സന്തോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ഓക്കെ. അപ്പോൾ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും എന്താ പറയണ്ടേ, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ദൈവം കൊടുക്കില്ല അല്ലേ. ഫുള്ളി സന്തോഷമുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം മീൻസ് സങ്കടം ഉണ്ടായിരിക്കാം. പിന്നെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോറഫുൾ ജീവിതം അനുഭവിക്കുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്കും ദൈവം ഫുള്ളി സങ്കടമോ ഫുള്ളി സന്തോഷമോ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക അല്ലേ. ആ ഒരു ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ലിമിറ്റേഷൻസ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ നമ്മുടെ വീക്ക്നെസ്സിന് നമ്മൾ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇറ്റ് ഈസ് യൂഷ്വൽ തിങ് എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മൂവ് ഫോർവേഡ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. ദെൻ പേഷ്യൻസ് അല്ലേ, നല്ല ക്ഷമ, അതാണ് അടുത്തത്. അണ്ടർസ്റ്റാൻഡിങ് സഫറിങ്സ് കാംലി അല്ലേ, കാമായിട്ട് നമ്മുടെ സഫറിങ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ സർവീസ് ഇസ് നോട്ട് ഫിസിക്കൽ വർക്ക്. ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് മാത്രമല്ല സർവീസ്, നമുക്ക് സ്പിരിച്വലി നമ്മുടെ ഇന്നർ മൈൻഡിലും ഒരു കാം മൈൻഡിലും നമുക്ക് ഗോഡിനെ എന്ത് ചെയ്യാം, സർവീസ് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ഈ ഒരു കവിതയുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്താ നോക്കാം. അതായത് ദ പോയം റിമെയിൻസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മെനി പീപ്പിൾ എക്സ്പീരിയൻസ് ഫെയിലിയർ, ഇൽനെസ്, ലോസ്, ലിമിറ്റേഷൻ അല്ലേ. പല ആളുകളും, ഇപ്പോഴത്തെ പല ആളുകൾക്കും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതൊക്കെ മിൽട്ടൻ്റെ റെസ്പോൺസ് എന്താണ്, അതായത് മിൽട്ടൺസ് റെസ്പോൺസ് ടീച്ച് റെസിലിയൻസ് ആൻഡ് സ്പിരിച്വൽ ആക്സെപ്റ്റൻസ് അല്ലേ. ഈ ഒരു കാര്യത്തോട്, അതായത് ഫെയിലിയർ, ഇൽനെസ്, ലോസ്, ലിമിറ്റേഷൻസ്, ഇതെല്ലാം മിൽട്ടൻ്റെ ജീവിതത്തിലും വന്നതാണ്. അപ്പോൾ മിൽട്ടൺ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കും നമ്മുടെ ലൈഫിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു മോട്ടിവേഷൻ നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ദ പോയം ഹാസ് യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയും. ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയം കൂടിയാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ, അതായത് ലിസിഡാസും നമ്മുടെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സും വെച്ചൊരു കമ്പാരിസൺ നടത്താൻ പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ലിസിഡാസ് ഇസ് അബൌട്ട് ഫ്രണ്ട്സ് ഡെത്ത് അല്ലേ, ഒരു ഫ്രണ്ടിൻ്റെ ഡെത്ത്, എഡ്വാർഡ് കിങ്ങിൻ്റെ അല്ലേ, കിങ് എഡ്വാർഡിൻ്റെ ഒരു ഡെത്തിനെ കുറിച്ചിട്ടാണ് ഇത്. എന്നാൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് മിൽട്ടൺസ് ബ്ലൈൻഡ്നെസ്. ദെൻ ഇറ്റ് ഇസ് പബ്ലിക് ഗ്രീഫ് കാണാം എന്നാണ് ഇവിടെ, പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രഗിളാണ്, പേഴ്സണൽ സ്ട്രഗിൾ. ദെൻ ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്, മൊറാലിറ്റിയാണ്. ഇവിടെ തീം വരുന്നത് ലിമിറ്റേഷൻ ആണ്. ദെൻ ദിസ് പോയം എൻഡ്സ് വിത്ത് എ ഹോപ്പ് അല്ലേ, ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. എന്നാൽ ദിസ് പോയം എൻഡ്സ് വിത്ത് ആക്സെപ്റ്റൻസ്. ഓക്കെ. ദെൻ ക്രിട്ടിസൈസസ് ക്ലേർജി അല്ലേ, ക്ലേർജി ആയിട്ടുള്ള ആളുകൾ, അതായത് ചർച്ച് റിലേറ്റഡ് ആൾക്കാരുടെ കറപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് റിഫ്ലക്ട് ഫെയ്ത്ത് എന്നുണ്ട്, വിശ്വാസത്തിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് മൊത്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, ദിസ് യൂണിറ്റ് 3 റിവീൽസ് മിൽട്ടൺ നോട്ട് ഓൺലി ആസ് എ ഗ്രേറ്റ് പോയറ്റ് ബട്ട് ഓൾസോ എ ഡീപ്ലി റിഫ്ലക്റ്റീവ് തിങ്കർ അല്ലേ. ഒരു പോയറ്റ് മാത്രമല്ല മിൽട്ടൺ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്ലി റിഫ്ലക്റ്റീവ് തിങ്കറും കൂടിയാണ് അദ്ദേഹം. ഈ ലിസിഡാസ് എന്ന് പറഞ്ഞ പോയറ്റിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത് എന്താണ്, ഗ്രീഫ്, അതുപോലെ ഇമ്മോർട്ടാലിറ്റി അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഒരു അനശ്വരമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് പിന്നീടും ജനമനസ്സുകളിൽ അല്ലേ ജീവിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ദെൻ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഹി ട്രാൻസ്ഫോംസ് പേഴ്സണൽ സഫറിങ് ഇൻ ടു സ്പിരിച്വൽ ഫ്രീഡം അല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ സ്പിരിച്വൽ വിസ്ഡത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടും കൂടി നമുക്ക് പറയാൻ പറ്റും, ബോത്ത് പോയംസ് ടീച്ചസ് ദാറ്റ് സോറോ ക്യാൻ ലീഡ് ടു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. വിഷമം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സോറോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലിമിറ്റേഷൻസ് ക്യാൻ ബിക്കം സോഴ്സ് ഓഫ് സ്ട്രെങ്ത് അല്ലേ. ലിമിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെങ്ത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. നമുക്കതില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്കതില്ല എന്ന് പറഞ്ഞത് വി ഷുഡ് നോട്ട് ഗിവ് അപ്പ് അല്ലേ. നമ്മൾ ഒരിക്കലും അതിന് ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക. സോ ദാറ്റ്സ് വൈ വി ക്യാൻ കോൺക്വർ ദ വേൾഡ് അല്ലേ. ഈ ഒരു വേൾഡിനെ ശരിക്കും നമുക്ക് അങ്ങനെ തന്നെ കോൺക്വർ ചെയ്യാൻ പറ്റുമെന്നാണ് ജോൺ മിൽട്ടൺ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
Unit 3, Lycidas and on his blindness. Okay, so the 2 poems of John Milton's. അങ്ങനെ യൂണിറ്റ് 3 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫ് ദി ബ്ലോക്ക് 2. Okay, now let's discuss the fourth unit of this block, that is the 2 poems of John Milton. The first one is Il Allegro and the second poem is Il Penseroso. ഓക്കെ, അപ്പോൾ രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയംസും ഒരു കമ്പാനിയൻ പോയംസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കമ്പാനിയൻ പോയംസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശരിക്കും ഒരു ഇറ്റാലിയൻ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇറ്റാലിയൻ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൽ അലഗ്രോം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ഇറ്റാലിയൻ മീനിങ് എന്ന് പറയുന്നത് ചിയർഫുൾ മാൻ എന്നുള്ളതാണ്. ഓക്കെ, എൽ പെൻസറോസോ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ദ തോട്ട്ഫുൾ മാൻ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമുക്കതിൻ്റെ എന്ത് ചെയ്യാം, അതിൻ്റെ രണ്ടും അല്ലേ ഒന്ന് ഇൻഡിവിജ്വലി നമുക്ക് നോക്കി നോക്കാം, 2 പോയം എന്താ പറയുന്നത് എന്നുള്ളത്. സോ 2 പോയം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു തീമാണ്. ബട്ട് പ്രസൻറ്റ് ഓപ്പോസിറ്റ് മൂഡ്സ് ആൻഡ് വേസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ 2 മൂഡ്സിനെ കുറിച്ചിട്ടും അതുപോലെ 2 അല്ലെങ്കിൽ 2 വേസ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ പോയിംസ് സംസാരിക്കുന്നത്. ആൻഡ് എൽ എലഗ്രോ മീൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ ചിയർഫുൾ അല്ലെങ്കിൽ ഹാപ്പി മാൻ എന്നുള്ളതാണ്. എൽ പെൻസറോസോൻ്റെ മീനിങ് എന്താണ്, തോട്ട്ഫുൾ അല്ലെങ്കിൽ മെലങ്കോളി മാൻ എന്നുള്ളതാണ് കേട്ടോ. സോ ത്രൂ ദീസ് പോയംസ് മിൽട്ടൺ എക്സ്പ്ലോർസ് 2 ഡിഫറെൻറ്റ് ഹ്യൂമൻ ടെമ്പറമെൻറ്റ്സ് അല്ലേ, 2 തരത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. വൺ ദാറ്റ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ഇൻ ആക്ടിവിറ്റി, pleasure and social life, and another that values solitude, reflection and intellectual pursuit. അല്ലേ, ഒന്നെന്ന് പറയുന്നത് എന്താ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെയും അതുപോലെ തന്നെ പ്ലഷർ, സോഷ്യൽ ലൈഫ്, അതിലൂടെയൊക്കെ എന്താണ് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ആളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചിട്ടും, സോളിറ്റ്യൂഡ് ഏകാന്തതയിലൂടെ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നമ്മുടെ തോട്ട് അല്ലേ, അത് ഇൻ്റലക്ച്വൽ ഡെപ്ത് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പേഴ്സ്യൂട്ട്, അതിലൂടെ എന്ത് ചെയ്യുന്ന പ്ലഷർ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിലൂടെ വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് അടുത്ത പോയം കാണിക്കുന്നത്. സോ ദ പോയംസ് ഡു നോട്ട് ആർഗ്യൂ ദാറ്റ് വൺ ലൈഫ് ഇസ് ബെറ്റർ ദാൻ ദ അതർ. ഒരിക്കലും ഈ ഒരു പോയം അല്ലെങ്കിൽ ഒരു ലൈഫിനേക്കാൾ ബെറ്ററാണ് മറ്റേ ലൈഫ് എന്ന് ആർഗ്യൂ ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് മിൽട്ടൺ ഷോസ് ദാറ്റ് ബോത്ത് ചിയർഫുൾനെസ് ആൻഡ് കണ്ടംപ്ലേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് അല്ലേ. പക്ഷേ മിൽട്ടൺ പറയുന്നത് എന്താണ്, ഹാപ്പിനെസ്സും അതേപോലെ തന്നെ എല്ലാ കാര്യത്തെയും തോട്ട്ഫുള്ളായിട്ട് കാണുന്ന ഒരു ഇതിനാണ് നമ്മൾ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടംപ്ലേഷൻ്റെ മീനിങ് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വിചിന്തനം. ഓക്കെ, അപ്പോൾ രണ്ടും ശരിക്കും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പീരിയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എൽ അലഗ്രോ എന്ന് പറയുന്ന പോയം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പോയം 2 കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് റീഡ് ദാറ്റ്. ഓക്കെ, സോ എൽ അലഗ്രോ സെലിബ്രേറ്റ്സ് ജോയ്, ഹാപ്പിനെസ്, മൂവ്മെൻറ്റ് ആൻഡ് ദ പ്ലഷർ ഓഫ് ഓർഡിനറി ലൈഫ്. ഒരു സാധാരണ ജീവിതത്തിൻ്റെ പ്ലഷറും ഹാപ്പിനെസ്സും മൂവ്മെൻറ്റും അതുപോലെ തന്നെ ജോയിനെസ്സൊക്കെയാണ് ഈ ഒരു പോയം കാണിക്കുന്നത്. ഈ ബിഗിനിങ്ങിൽ ഈ പോയം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദ സ്പീക്കർ റിജക്ട്സ് സാഡ്നെസ് ആൻഡ് വെൽക്കംസ് ചിയർഫുൾനെസ്. ഒരു സങ്കടത്തെ റിജക്റ്റ് ചെയ്തിട്ട് അവിടെ സന്തോഷത്തെ വെൽക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ചിയർഫുൾനെസ്സിനെ വെൽക്കം ചെയ്യുന്ന ഒരു സീൻ നമുക്കവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂഡ് അല്ലെ, ഈ ഒരു പോയത്തിൻ്റെ മൂഡ് എന്ന് പറയുന്നത് എന്താണ്, ലൈവ്ലി ആണ് ആസ് വെൽ ആസ് എനർജറ്റിക് ആണ്. ഓക്കെ, സോ മിൽട്ടൺ ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഫിൽഡ് വിത്ത് സൺലൈറ്റ്, മ്യൂസിക്, ഡാൻസിങ്, ലോഫർ, ഫെസ്റ്റിവൽസ് ആൻഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ മിൽട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. എല്ലാം എന്താണ്, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ള ഒരു ഹാപ്പി മൂഡാണ് ഇവിടെ കാണിക്കുന്നത്. ദ പോയം റിഫ്ലക്ട്സ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് അല്ലേ. ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എൻകറേജ് എൻജോയ്മെൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നുള്ളത്. സോ ദ ചിയർഫുൾ സ്പീക്കർ ഇൻ അലഗ്രോ ഫൈൻഡ്സ് പ്ലഷർ ഇൻ സിമ്പിൾ എക്സ്പീരിയൻസ്. ഓരോ ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരു സ്പീക്കറാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. ഹി എൻജോയ്സ് റൂറൽ ലാൻഡ്സ്കേപ്പ് അല്ലേ, ചുറ്റുപാടും കാണുന്ന ഓരോ കാര്യത്തെയും എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദ റൂറൽ ലാൻഡ്സ്കേപ്സ്, സോങ് ഓഫ് ദ ബേർഡ്സ്, വില്ലേജ് ഫെസ്റ്റിവൽസ്, വോക്ക് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് മോർണിംഗ്. ഓക്കെ, രാവിലെയുള്ള പ്രഭാതത്തിൻ്റെ ഒരു സൗന്ദര്യം എല്ലാം അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് ആ സ്പീക്കർ. ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ഒരു ഇമേജസിലൂടെയൊക്കെ എന്താണ് മിൽട്ടൺ പ്രസൻറ്റ് ചെയ്യുന്നത്, എന്താ ഹാപ്പിനെസ് ആസ് സംതിങ് കണക്റ്റഡ് വിത്ത് നേച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ് എന്നുള്ളത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ ഒരു പ്രകൃതിയോടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനോടുമാണ് എന്നാണ്. സോ ജോയ് ഷോൺ നോട്ട് ആസ് ലക്ഷറി ബട്ട് ആസ്
പാർട്ടിസിപ്പേഷൻ ഇൻ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ കുറേ സമ്പാദ്യം, ലക്ഷൂറിയസ് ആയിട്ട് കുറേ കാര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറേ മണി ഉണ്ടെങ്കിലും നമുക്ക് ഹാപ്പിനെസ് കിട്ടുമോ? ഇല്ല. എന്നാൽ ലൈഫിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിൽ ജോയ് കിട്ടുന്നുള്ളൂ എന്നാണ് മിൽട്ടൺ ഇവിടെ പറയുന്നത്. സോ നേച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു എൽ അലഗ്രോ എന്ന് പറയുന്ന പോയത്തിൽ കംപ്ലീറ്റ്ലി പ്ലേ ചെയ്തിട്ടുള്ളത്. മിൽട്ടൺ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫീൽഡ്സിനെ, ഫോറസ്റ്റിനെ, റിവേഴ്സ് ആൻഡ് കൺട്രി സൈഡ് സീൻസ് വിത്ത് വിവിഡ് ഇമേജറി, പലതരത്തിലുള്ള ഇമേജറി യൂസ് ചെയ്തിട്ട്. ദെൻ നേച്ചർ അപ്പിയേഴ്സ് ബ്രൈറ്റ്, ആക്റ്റീവ് ആൻഡ് ഫുൾ ഓഫ് മൂവ്മെൻറ്റ് ഒക്കെയാണ് നേച്ചർ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ മോർണിംഗ് ലൈറ്റ്, അതേപോലെ തന്നെ ബേർഡ്സിൻ്റെ സിംഗിങ് ആൻഡ് റൂറൽ ലേബർ ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ ലൈവ്ലി അറ്റ്മോസ്ഫിയർ. ലൈവായിട്ടുള്ള അല്ലെങ്കിൽ ലൈവ്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ എനർജിയെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോയം, അല്ലേ? മ്യൂസിക്കും എൻ്റർടൈൻമെൻറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയത്തിൽ. സ്പീക്കർ എൻജോയ് സോങ്സ്, ഡാൻസിങ്, തിയറട്ടിക്കൽ പെർഫോമൻസസ് ആൻഡ് സെലിബ്രേഷൻസ്. സ്പീക്കർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ദെൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ആർ അപ്രീഷിയേറ്റഡ് നോട്ട് ഇൻ സീരിയസ് ഓർ ഫിലോസഫിക്കൽ വേ ബട്ട് എ സോഴ്സ് ഓഫ് പ്ലഷർ. ഒരു സീരിയസ് ഫിലോസഫിക്കൽ വേയിലൂടെ അല്ല ഇവിടെ പോയത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെയും ആർട്ടിനെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എന്തായിട്ടാണ്? സോഴ്സ് ഓഫ് പ്ലഷർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ അലഗ്രോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ലൈഫ് ഓറിയൻറ്റഡ് ടുവേർഡ് എൻജോയ്മെൻറ്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സോ ദ പോയം ഓൾസോ വാല്യൂസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെയും ഈ പോയം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. Rather than withdrawing from people, the cheerful individual seeks companionship and public experiences. Happiness is connected with being involved in the world around us. Therefore, El Allegro presents an optimistic vision of life. അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും മാറി നിൽക്കാതെ അവരിലെ ഒരാളായിട്ട് ഒരു കമ്പാനിയൻഷിപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ഇനഫ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ് എന്നാണ് ഈ ഒരു പോയം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ വേൾഡിൻ്റെ ചുറ്റോറുള്ള ഓരോ കാര്യത്തിലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. അങ്ങനെയുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് വിഷൻ, ലൈഫിൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് വിഷനാണ് ഇവിടെ ജോൺ മിൽട്ടൺ കാണിച്ചു തരുന്നത് എൽ അലഗ്രോ എന്നുള്ള പോയത്തിൽ. അപ്പോൾ ഈ ഒരു പോയത്തിലെ തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ജോയ് ആൻഡ് പ്ലഷർ ഉണ്ട്, അല്ലേ? അതായത് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഹാപ്പിനെസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഓർഡിനറി എക്സ്പീരിയൻസ്, അല്ലേ? കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്, നേച്ചർ ആൻഡ് എൻ്റർടൈൻമെൻറ്റിലെല്ലാം നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. അനദർ ഇമ്പോർട്ടൻറ്റ് തീം സെലിബ്രേഷൻ ഓഫ് ലൈഫ്, അല്ലേ? ലൈഫിൻ്റെ സെലിബ്രേഷൻ ആണ് അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ബ്യൂട്ടി, മൂവ്മെൻറ്റ്, ഹ്യൂമൻ ആക്ടിവിറ്റി എല്ലാത്തിനെയും ഈ ഒരു പോയം എൻകറേജ് ചെയ്യുന്നുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പോയം ഓൾസോ ഹൈലൈറ്റ്സ് ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ, അല്ലേ? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഹാർമണി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഷോയിങ് ദാറ്റ് ഹൗ നാച്ചുറൽ സറൗണ്ടിങ്സ് കോൺട്രിബ്യൂട്ട് ടു ഇമോഷണൽ വെൽബീങ്. നമ്മൾ സന്തോഷമായിട്ട്, അല്ലേ? ഇമോഷണൽ വെൽബീങ് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എന്താണ്? സമാധാനമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എൽ അലഗ്രോ, അല്ലേ? ദാറ്റ് ഇസ് ചിയർഫുൾ മാൻ എന്ന് പറയുന്ന പോയം. ഇനി നമുക്ക് ഇൽ പെൻസറോസോ അല്ലെങ്കിൽ ദ തോട്ട്ഫുൾ മാൻ എന്നുള്ള കവിത നോക്കാം. ഇതിൽ അദ്ദേഹം എൽ അലഗ്രോ എന്ന് പറയുന്ന പോയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ഇൽ പെൻസറോസോ എന്ന് പറയുന്ന കവിത സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള, സോളിറ്റ്യൂഡ് ആയിട്ടുള്ള, അതായത് ഏകാന്ത ജീവിതം നമ്മൾ പറയില്ലേ, അതുപോലെ മെഡിറ്റേഷൻ, ഇൻ്റലക്ച്വൽ ലൈഫിനൊക്കെയാണ് കേട്ടോ. ഒരു ബിഗിനിങ്ങിൽ ഇതിലെ സ്പീക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സസീവായിട്ടുള്ള, അതായത് അമിതമായ സന്തോഷത്തെ റിജക്റ്റ് ചെയ്തിട്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള റിഫ്ലക്ഷനെ വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു പോയിറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് റാദർ സൺലൈറ്റ്, അല്ലേ? സൺലൈറ്റും ഫെസ്റ്റിവൽസും ഒക്കെ ആവുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ കാണുന്നതിന് പകരം റീഡേഴ്സിന് കാണാൻ പറ്റുന്നത് എന്താണ്? ക്വയറ്റ്നെസ്, അല്ലെ? നിശബ്ദമായിട്ടുള്ള ഡാർക്ക്നെസ് ആണ്, അതുപോലെ സൈലൻസ് ആണ്, അതുപോലെ കണ്ടംപ്ലേഷൻ ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇങ്ങനെ ചിന്തിക്കുന്ന തരത്തിൽ ഭയങ്കര ഏകാന്തമായ, ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ സ്പീക്കർ എൽ പെൻസറോസോ എന്നുള്ള കവിതയിലെ സ്പീക്കർ പ്രിഫർ ചെയ്യുന്നത് സോളിറ്റ്യൂഡാണ്, ഏകാന്തമായ സന്യാസം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഏകാന്തമായ ജീവിതമാണ്. കാരണം ഇറ്റ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യത്തെ നമ്മൾ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? പോയറ്റ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഹി വാല്യൂസ് ഇവിടെ ഈ ഒരു പോയറ്റും അതുപോലെ തന്നെ സ്പീക്കറും വാല്യൂ ചെയ്യുന്നത് എന്തിനെയാണ്? സ്റ്റഡി, ഫിലോസഫി, ലിറ്ററേച്ചർ ആൻഡ് സ്പിരിച്വൽ റിഫ്ലക്ഷനെയാണ്. സോ റാദർ ദാൻ സീക്കിംഗ് പ്ലഷർ ത്രൂ സോഷ്യൽ ആക്ടിവിറ്റീസ് ഹി സീക്സ് വിസ്ഡം ത്രൂ ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിലൂടെ ഇത്തരത്തിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ, അല്ലേ, വൺസ് ഓൺ മെൻ്റൽ ആൻഡ് ഇമോഷണൽ പ്രോസസ്സിൻ്റെ ദ എക്സാമിനേഷൻ ഓഫ് ഒബ്സർവേഷനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ അതിലൂടെ എന്ത് കണ്ടെത്താനാണ് പറയുന്നത്? വിസ്ഡം, അറിവ് നേടണം എന്നാണ് ഇവിടുത്തെ സ്പീക്കർ പറയുന്നത്. ഇനി ഈ ഒരു ഇൽ പെൻസറോസോ എന്ന് പറയുന്ന ഈ കവിതയിലെ നേച്ചർ എങ്ങനെയാ വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. മറ്റ് എൽ അലഗ്രോ എന്ന പോയത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ള മോർണിംഗ്, അതേപോലെ ചിയർഫുൾ ആയിട്ടുള്ള ഫീൽഡ്സ്, അതിനൊക്കെ പകരം ഇവിടുത്തെ പോയം പ്രസൻറ്റ് ചെയ്യുന്നത് ഈവനിങ്ങിനെയും മൂൺ ലൈറ്റിനെയും ഷാഡോസിനെയും സൈലൻസിനെയുമാണ്. ഓക്കെ, സോ ദീസ് ഇമേജസ് ക്രിയേറ്റ് എ കാം ആൻഡ് റിഫ്ലക്റ്റീവ് മൂഡ്. ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനത്തെ മൂഡിനെയാണ്? കാം ആൻഡ് റിഫ്ലക്റ്റീവ് മൂഡിനെയാണ്. ഡാർക്ക്നെസ് ഹിയർ ഡസ് നോട്ട് സിംബലൈസ് ഫിയർ. ഇവിടുത്തെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഫിയറിനെ അല്ല കേട്ടോ, പേടിപ്പെടുത്തുന്ന ഒരു ചിത്രീകരണമല്ല. പകരം അതെന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ് പീസ് ആൻഡ് തോട്ട്ഫുൾനെസ്. അല്ലേ, നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തമായി ഇരിക്കുമ്പോൾ നമുക്ക് കുറേ തോട്ടുകൾ വരും, അല്ലേ, അങ്ങനെ പീസായിട്ടുള്ള ഒരു സിറ്റുവേഷനെയും തോട്ട്ഫുൾനെസ്സിനെയാണ് ഇവിടുത്തെ ഡാർക്ക്നെസ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദ പോയം സജസ്റ്റ് ദാറ്റ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഓഫൺ റിക്വയേഴ്സ് ഡിസ്റ്റൻസ് ഫ്രം നോയ്സ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു പോയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റലക്ച്വലി ഗ്രോത്ത്, അല്ലെ, ബുദ്ധിപരമായുള്ള വികാസം സംഭവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഡിസ്റ്റൻസ് എടുക്കണം. എവിടെ നിന്നും? നോയ്സ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ട് കാം ആയിട്ടുള്ള പ്ലേസിൽ പോയിരുന്നാലേ അത്തരത്തിലുള്ള വിസ്ഡം നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. റീഡിങ്, കണ്ടംപ്ലേഷൻ ആൻഡ് സോളിറ്റ്യൂഡ് ആർ ഷോൺ ആസ് മീനിങ് ഫുൾ പെർസ്യൂട്ട്സ്. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ? റീഡിങ്ങും കണ്ടംപ്ലേഷനും സോളിറ്റ്യൂഡൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൽ പെൻസറോസോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇന്നർ ലൈഫിനെയാണ് വാല്യൂ കൊടുക്കുന്നത്, റാദർ ദാൻ ഔട്ട്വേർഡ് എൻജോയ്മെൻറ്റ്. പുറമേ കാണുന്ന എൻജോയ്മെൻറ്റിനേക്കാളും ഇന്നർ ആയിട്ടുള്ള ലൈഫിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Then religion and spirituality also appears more strongly in Il Penseroso. ഈ ഒരു പോയത്തിൽ റിലീജിയനും സ്പിരിച്വാലിറ്റിയും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. റിഫ്ലക്റ്റീവ് മൂഡ് എൻകറേജസ് മെഡിറ്റേഷൻ ഓൺ ഹയർ ട്രൂത്ത്സ് ആൻഡ് മോറൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദിസ് റിഫ്ലെക്ട്സ് മിൽട്ടൺസ് ഓൺ സീരിയസ് ആൻഡ് റിലീജിയസ് ടെമ്പറമെൻറ്റ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മിൽട്ടൻ്റെ റിലീജിയസ് ആയിട്ടുള്ള സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഈ തീംസ് എന്തൊക്കെയാണ് ഇൽ പെൻസറോസോയിൽ? അല്ലേ, മെയിൻ തീം തന്നെയാണ് കണ്ടംപ്ലേഷൻ ആൻഡ് വിസ്ഡം. അതായത് പോയം വാല്യൂസ് ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. അനദർ തീം ഇസ് സോളിറ്റ്യൂഡ്, ഏകാന്തത. അതായത് അൺലൈക്ക് ലോൺലിനെസ്, സോളിറ്റ്യൂഡ് ഈസ് ഷോൺ ആസ് ബെനിഫിഷ്യൽ ബിക്കോസ് ഇറ്റ് അലൗസ് റിഫ്ലക്ഷൻ, ക്രിയേറ്റിവിറ്റി. ഏകാന്തത എന്ന് പറയുമ്പോൾ ലോൺലിനെസ്സിനെ അല്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന കാര്യത്തെ അല്ല പറയുന്നത്. ആ സോളിറ്റ്യൂഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. കാരണം ഇറ്റ് അലൗസ് റിഫ്ലക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമുക്ക് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനും ക്രിയേറ്റിവിറ്റി ഉണ്ടാവാനും ഈ ഒരു സോളിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ പോയം ഓൾസോ എക്സ്പ്ലോർസ് ദ സെർച്ച് ഓഫ് ട്രൂത്ത്. ശരിക്കുമുള്ള അല്ലേ, സത്യത്തെ തിരഞ്ഞുള്ള ഒരു യാത്ര, അതും കൂടി ഇവിടെ പറയുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കംസ് ത്രൂ പേഷ്യൻസ് ആൻഡ് തോട്ട്ഫുൾനെസ്. അല്ലേ, ശരിക്കുമുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കംസ് ഫ്രം വെയർ? പേഷ്യൻസ് ആൻഡ് തോട്ട്ഫുൾനെസ് എന്നുള്ളതാണ്. ഇനി രണ്ട് പോയത്തിനെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൽ പെൻസറോസോ. ഓക്കെ, ഇനി ഒരു ഗ്രേറ്റസ്റ്റ് സിഗ്നിഫിക്കൻസ്, ഈ ഒരു യൂണിറ്റിലെ ഗ്രേറ്റസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് രണ്ട് പോയത്തിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേസിനെ അല്ലേ കുറിച്ചിട്ടാണ് ഈ രണ്ട് പോയവും സംസാരിക്കുന്നത്. എല്ലാ അലഗ്രോ വാല്യൂ ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ആക്ടിവിറ്റി, ജോയ്, സൊസൈറ്റി, മ്യൂസിക്, സെലിബ്രേഷൻ ഒക്കെയാണ്. എന്നാൽ നേരെ മറിച്ച് എൽ പെൻസറോസോ വാല്യൂ കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? സോളിറ്റ്യൂഡ്, റിഫ്ലക്ഷൻ, സ്റ്റഡി, സൈലൻസ്, സ്പിരിച്വാലിറ്റി, കുറച്ചുകൂടി ഫിലോസഫിക്കൽ പരമായിട്ടാണ് അല്ലേ. സോ ദ കോൺട്രാസ്റ്റ് അപ്പിയേഴ്സ് ഇൻ ഇമേജറി, മൂഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. എല്ലാറ്റിലും ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. വൺ പോയം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡേ ടൈം ആൻഡ് ബ്രൈറ്റ്നസ്. ഒന്ന് ഡേ ടൈമും ബ്രൈറ്റ്നസ്സും ആണെങ്കിൽ മറ്റത് എന്താണ്? ഈവനിങ്ങും ക്വൈറ്റ്നസ്സും ആണ്. അതുപോലെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ പ്ലഷറിനെയാണെങ്കിൽ മറ്റത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ്. അതുകൊണ്ട് തന്നെ മിൽട്ടൺ ഡസ് നോട്ട് എൻറ്റയർലി റിജക്റ്റ് ചെയ്ത മൂഡ് ഓഫ് ലൈഫ്. രണ്ടിനെയും അല്ലേ, ഒരു രണ്ട് ലൈഫിനെയും
അപ്പാടെ അല്ലെ രണ്ട് മോഡിനെയും അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നില്ല. ഹി റെക്കഗ്നൈസസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് നീഡ് ബോത്ത് ഹാപ്പിനെസ് ആൻഡ് റിഫ്ലക്ഷൻ. രണ്ട് തരത്തിലുള്ള വഴിയും അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വേസ് ഓഫ് ലൈഫും മനുഷ്യന് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ലൈഫ് ബിക്കംസ് റിച്ചർ വെൻ ആക്ടിവിറ്റി ഈസ് ബാലൻസ്ഡ് വിത്ത് കണ്ടംപ്ലേഷൻ. നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി സോളിറ്റ്യൂഡ് പരമായി കണ്ടംപ്ലേഷനിലൂടെ ചിന്തിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ഒന്നും കൂടി ബാലൻസ്ഡ് ആയിട്ട് പോകുമെന്നാണ് ജോൺ മിൽട്ടൺ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദീസ് 2 poems. ഇനി ഇവിടെ മിൽട്ടൺസിൻ്റെ പേർപ്പസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് പേഴ്സണാലിറ്റിയിൽ അല്ലെ ഹ്യൂമൻ പേഴ്സണാലിറ്റീൻ്റെ ഒരു ഡൈമെൻഷൻസും അതുപോലെ തന്നെ പീപ്പിൾ എക്സ്പീരിയൻസ് ജോയ്, എക്സൈറ്റ്മെൻറ്റ്, സീരിയസ്നെസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ ദ പോയം ഓൾസോ റിവീൽ മിൽട്ടൺസ് ബ്രോഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഹി അപ്രിഷിയേറ്റഡ് പ്ലഷർ ആൻഡ് ബ്യൂട്ടി ബട്ട് ഓൾസോ വാല്യൂഡ് ഡിസിപ്ലിൻ തോട്ട് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ. ഈ ലിറ്റററി ഫീച്ചേഴ്സ് ഓഫ് ദിസ് പോയം പറയുകയാണെങ്കിൽ മ്യൂസിക്കലാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്, പേഴ്സോണിഫിക്കേഷൻ, സിംബോളിസം, കോൺട്രാസ്റ്റ് അപ്പിയർ ഫ്രീക്വൻ്റ്ലി എന്നൊക്കെ പറയാൻ പറ്റും. ദെൻ പോയം ക്രിയേറ്റ് ഇമോഷണൽ എഫക്ട്സ് നോട്ട് ത്രൂ ആർഗ്യുമെൻറ്റ് ബട്ട് ത്രൂ അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ കൺക്ലൂഷൻ, അലെഗ്രോ ആൻഡ് എൽ പെൻസറോസോ ആർ കമ്പാനിയൻ പോയിന്റ്സ് ദാറ്റ് എക്സ്പ്ലോസ് 2 different approaches of life എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ബ്ലോക്ക് 2 അല്ലേ. സെക്കൻഡ് ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് യൂണിറ്റ് 1ഉം 2ഉം 3ഉം 4ഉം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെക്സ്റ്റ് നന്നായി കെയർഫുള്ളി റീഡ് ചെയ്യാം. ഓക്കെ, അതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ലൈൻസും നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. കാരണം ചിലപ്പോൾ അത് എക്സാമിന് ചോദിക്കും. ലൈൻസ്, പോയത്തിലെ ലൈൻസ് എടുത്തിട്ട് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ദ പോംസ് കെയർഫുള്ളി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. I hope everything is clear for you. Thank you.